സോളാർ പരിശീലന സെഷനിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചിന്തിക്കുന്ന വിഷയം ഓൺ ഗ്രിഡിന്റെ കോൺഫിഗറേഷനെ കുറിച്ചും അതിന്റെ സർവീസിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ചില ആളുകൾക്ക് സൗണ്ട് ലഭിക്കുന്നില്ല, അവർ കണക്ട് ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യുവാണ്. ഓക്കെ, ഇന്ന് നമുക്ക് ഈ ഓൺ ഗ്രിഡിന്റെ ഒരു വിഷയം എല്ലാവർക്കും വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. അതെങ്ങനെ കോൺഫിഗർ ചെയ്യും, എങ്ങനെയാണ് അതിന്റെ പ്രോബ്ലംസ്, എങ്ങനെ സൊല്യൂഷൻ എന്നുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇൻസ്റ്റാളേഴ്സ് അഭിമുഖീകരിക്കുന്നുണ്ട്. അവയ്ക്കൊക്കെ ഉള്ള ഒരു ഉത്തരം നമുക്ക് ഇന്നത്തെ സെഷനിലൂടെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് റോഷൻ റോയ് ആണ്. ഇതിൽ ഒരു 7 വർഷം ഇലക്ട്രിക്കലിലെയും 3 വർഷം റിന്യൂവബിൾ എനർജി മേഖലയിലുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഏത് കാര്യത്തിലും അത് ചെയ്യുന്ന ആളുകൾ, വർക്ക് ചെയ്യുന്ന ആൾക്കാണ് അതിന്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത്. പലതരം ഇൻവെർട്ടേഴ്സിന്റെ സർവീസിന്റെ അതിന്റെ കോൺഫിഗറേഷനും മറ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് റോഷൻ റോയ്ക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കൂടുതലായ വിവരങ്ങൾ ലഭിക്കും. ആദ്യം നമ്മൾ മുൻകാല ക്ലാസ്സുകളിലെ പോലെ തന്നെ ആദ്യം അരമണിക്കൂറോളം അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും അതിനുശേഷം നമുക്ക് Q&A സെഷനും ശ്രദ്ധിക്കാൻ സാധിക്കും. നമുക്ക് റോഷൻ റോയിയെ വെൽക്കം ചെയ്യാം. വെൽക്കം റോഷൻ റോയ്. താങ്ക് യു കണ്ണൻ സാർ. കേൾക്കാമോ? ഞാൻ പറയുന്നു ഓഡിബിൾ അല്ലേ? ഓക്കെ ആണ്. റോഷനെ കുറിച്ച് ഒന്ന് സെൽഫ് പ്രൊഫൈൽ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ. സാർ സ്ക്രീൻ വിസിബിൾ ആണോ സാർ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോഷൻ റോയ്. ആദ്യം തന്നെ സോളാർ ടെക് ട്രെയിനിങ് അക്കാഡമി താങ്ക് യു. ഇങ്ങനെ ഒരു സെഷൻ അവതരിപ്പിക്കാൻ ഒരു അവസരം തന്നതിന് താങ്ക് യു. അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ കണ്ണൻ സാറിന് പ്രത്യേകിച്ചും താങ്ക് യു. ഞാൻ ഓക്കെ, ഓഡിബിൾ അല്ലേ സാർ? ഹലോ. ഓക്കെ. എൻ്റെ പേര് റോഷൻ റോയ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് റിം പ്രൊജക്ട്സ് എന്നാണ്. ഞാൻ അവിടെ ഒരു ടെക്നിക്കൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു 3 വർഷത്തോളമായിട്ട് റിന്യൂവബിൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ ഞാനിപ്പോൾ 1.5 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നു. റിം പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആലുവയിലാണുള്ളത്. എറണാകുളം ജില്ലയിൽ ആലുവയിലാണുള്ളത്. അവിടെ ഒരു 2016-17 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഓക്കെ, ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് മെയിൻലി സോളാറിൽ തന്നെ, പർട്ടിക്കുലർലി ഓൺ ഗ്രിഡ് സോളാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിസൈൻ, അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ, ഏതൊരു രീതിയിലുള്ള ഒരു സൊല്യൂഷനും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ക്വാളിറ്റി പ്രോഡക്ട്സ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സ്ഥാപനമാണ്. ഓക്കെ, ഞങ്ങളുടെ ഡയറക്ടർ മിസ്റ്റർ രാഹുൽ ലൈപ്പാണ്. ആളൊരു എഞ്ചിനീയറാണ്. അതുപോലെ ആളുടെ ഒരു മെന്റർഷിപ്പിലും ഗൈഡൻസിലും ഒക്കെ ഞങ്ങൾ കുറച്ച് പേര് അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് കണ്ണൻ സാറ് ഒരു സെഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവിറ്റേഷൻ അയക്കുകയുണ്ടായി. ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിന്റെ സർവീസിങ്ങും അതുപോലെ തന്നെ കോൺഫിഗറേഷനെ പറ്റി സംസാരിക്കണം, ഒരു അരമണിക്കൂർ സെഷൻ എടുക്കണം.
അപ്പോൾ സാർ എന്നോടൊന്ന് ലീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ ഈവനിങ് ടൈമിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് എൻ്റെ ഒരു പേഴ്സണൽ പ്രൊഫൈൽ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓൺ ഗ്രിഡ് സോളാർ ഇൻവെർട്ടറിൻ്റെ സർവീസ് ആൻഡ് കോൺഫിഗറേഷൻ. ഒരുവിധം ഈ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാളേഴ്സ് ആയിരിക്കും. ചിലർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പല ലെവൽ ഓഫ് എക്സ്പെർട്ടൈസിലുള്ള ആൾക്കാരുണ്ടാവും. കണ്ണൻ സാറിനെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട്. അതുപോലെ പലരും എന്നെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു ബേസിക് ഐഡിയ ആണ് ഇന്നിവിടെ പറയാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഓഫ് അല്ലെങ്കിൽ അതിഭയങ്കരമായ ടെക്നിക്കലി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെഷൻ എടുക്കാനല്ല, ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് ഓൺ ഗ്രിഡ് സോളാർ ഇൻവെർട്ടർ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയുള്ള ഒരുപാട് ആൾക്കാരാണ് എന്നെ കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതിന്റെ കോൺഫിഗറേഷനും സർവീസിങ്ങും ഇതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അതിനകത്ത് വരുന്ന ചെറിയൊരു പോർഷൻ, ആ ഒരു പോർഷനിന്റെ ഒരു ചെറിയ സെഷനായിട്ട് ഞാനിത് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കുറച്ച് സെഷൻ എടുത്തതിന് ശേഷം കണ്ണൻ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അരമണിക്കൂർ സെഷൻ കഴിഞ്ഞതിന് ശേഷം Q&Aയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും എന്നെ കൊണ്ടാവുന്ന വിധത്തിലുള്ളത്. ഓക്കെ, ഒരു ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു SLD എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈൻ ഡയഗ്രാം. ഓക്കെ, ഒരു ഓൺ ഗ്രിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറയാണ്. ഓക്കെ, ഒരു സോളാർ ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപരിച്ചിട്ടുള്ളതായിരിക്കും. സോളാർ പാനൽസ് വെക്കുന്നു. അതിനുശേഷം അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിലൊരു ഫ്യൂസ് ഉണ്ടാവും, ഒരു ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും, DC ഐസൊലേറ്റർ. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു DC കമ്പൈനർ ബോക്സ് എന്ന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഒരു ഇൻവെർട്ടർ വരുന്നു. ഇൻവെർട്ടറിന് ശേഷം വീണ്ടും നമ്മളൊരു ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നു, DC-നെ AC ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ DC സൈഡിൽ നമ്മൾ പ്രൊട്ടക്ഷൻസ് എല്ലാം കൊടുത്തു. അതുപോലെ തന്നെ ഇൻവെർട്ടറിൽ നിന്ന് AC ആയി കൺവേർട്ട് ചെയ്തതിന് ശേഷം അവിടെയും ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ MCB കൊടുത്തു. അതിനെ നമ്മൾ AC കമ്പൈനർ ബോക്സ് അല്ലെങ്കിൽ ACDB എന്ന് വിളിക്കുന്നു. അതിനുശേഷം സോളാർ മീറ്റർ വരുന്നു, വീട്ടിലുള്ള സ്വിച്ച് ബോർഡ് വരുന്നു, മെയിൻ കണക്ഷൻ, നെറ്റ് മീറ്റർ വരുന്നു. ശേഷം ഗ്രിഡ് നല്ല നമ്മൾ KCB കണക്ഷൻസ് ആ രീതിയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ബേസിക് ഒരു ഓൺ ഗ്രിഡ് പവർ പ്ലാന്റിൽ, സോളാർ ഓൺ ഗ്രിഡ് പവർ പ്ലാന്റിൽ വരുന്ന കമ്പോണൻസ്. ഒരു സോളാർ പാനൽസ് ഉണ്ട്, പാനലിന് ശേഷം DCDB, അതിനുശേഷം ഇൻവെർട്ടർ, ACDB, മീറ്ററിങ്, അതുപോലെ നെറ്റ് മീറ്ററിങ്. അതിനുശേഷം ഗ്രിഡിലേക്ക് അത് എക്സ്പോർട്ട് ആവുന്നു, ഗ്രിഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, ഇൻവെർട്ടറിന്റെ ഒരു കോൺഫിഗറേഷൻ. ഓക്കെ, ഈ സോളാർ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായ ടെക്നോളജിയുടെ ഒരു അതിപ്രസരമുള്ള സംഭവങ്ങളൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ്. ചെറുതായിട്ട് ഒരു ടെക്നിക്കൽ നോളജ് അറിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇൻവെർട്ടർ കോൺഫിഗർ ചെയ്യാനും അതുപോലെ തന്നെ ഈ സോളാർ പവർ പ്ലാന്റ് വർക്ക് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പ്രൊജക്റ്റുകൾ ചെയ്യാനും മാത്രമായിട്ട് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ജനറൽ നോളജ് മാത്രം മതി. ഓക്കെ, അതിൽ ഇൻവെർട്ടർ കോൺഫിഗറേഷൻ സൈഡിലേക്ക് ഞാൻ വരികയാണ്. ഓക്കെ, അതിൽ 4 സ്റ്റെപ്പ് നമുക്ക് ബേസിക് ആയിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ, പിന്നെ ഇത് ഇൻവെർട്ടർ ഇൻസ്റ്റാളേഷൻ. ഇൻവെർട്ടറിന്റെ സൈഡ് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. വേറെ ബാക്കി സ്ട്രക്ചറോ പാനലോ അല്ലെങ്കിൽ വേറെ ഒന്ന് കാര്യത്തിനെ കുറിച്ചും കിടക്കാനുള്ള, ഇൻവെർട്ടറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ. ഓക്കെ, കോൺഫിഗറേഷനെ ഞാൻ 4 സ്റ്റെപ്പായിട്ട് 1 by 1 തിരിച്ചേക്കുകയാണ്. ഫസ്റ്റ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഉണ്ട്, അതുപോലെ തന്നെ രണ്ടാമത് അതിൻ്റെ പാരാമീറ്റർ കോൺഫിഗറേഷൻ, അതുപോലെ ഡാറ്റ ലോഗർ കോൺഫിഗറേഷൻ, അതിനുശേഷം റിമോട്ട് മോണിറ്റർ. ഈ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമേ ഇൻസ്റ്റാളേഷൻ, ഇൻവെർട്ടറിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ. ഓക്കെ, നമ്മളൊരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമർ കാണുന്ന ഒരു
ഐറ്റം, അല്ലെങ്കിൽ കസ്റ്റമറുടെ വീട്ടിൽ ആരെങ്കിലും വന്നാലും അവരും കാണുന്ന ഒരു ഐറ്റം. താഴെ നിന്നാൽ ഏതൊരു വ്യക്തിയും നടന്നു പോകുമ്പോൾ തന്നെ സൈഡിലേക്ക് നോക്കിയാൽ കാണുന്ന കുറച്ച് ഡിവൈസുകളിൽ ഒന്നാണ് ഈ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവെർട്ടർ, ACDB, DCDB, ഇതെല്ലാം അവര് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം. സ്ട്രക്ചർ ചിലപ്പോൾ ടെറസിന്റെ മേളിലായിരിക്കും, റൂഫിന്റെ മേളിലായിരിക്കും, ഒരുപാട് മേളിലായിരിക്കും. അത് ചെയ്തേക്കുന്ന രീതികളെല്ലാം കാണണമെങ്കിൽ അതിന്റെ മേളിൽ കയറി നോക്കണം. ഓക്കെ, പക്ഷെ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എപ്പോഴും താഴെയായിരിക്കും. താഴെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ലൊക്കേഷനിലായിരിക്കും. ഈ ലൊക്കേഷനിൽ പബ്ലിക് അല്ലെങ്കിൽ കസ്റ്റമറിന് എപ്പോഴും ആക്സസ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക മാക്സിമം. ഓക്കെ, കാണുമ്പോൾ ഉള്ള ഒരു ഇംപ്രഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശം കൂടി നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇൻസ്റ്റാൾ അറ്റ് ഐ ലെവൽ എന്ന് പറയുന്നത്, നമ്മളൊരാൾ ഒരു സാധാരണ ഒരു 5 അടി അല്ലെങ്കിൽ ഒരു 6 അടി, 5 അടി to 6 അടി ഉള്ള ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ആളുടെ ഒരു ഐ പൊസിഷൻ, കണ്ണ് നേരെ നോക്കുമ്പോൾ കാണുന്ന പൊസിഷൻ എവിടെയാണോ ആ ഒരു ഹൈറ്റിൽ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക. തീരെ താഴത്തേക്കും പോകരുത്, ഒരുപാട് മുകളിലേക്കും പോകരുത്. ഓക്കെ, നമുക്ക് ഇത് ആക്സസ് ചെയ്യാനുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു പൊസിഷനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ വോളിന്റെ ആ ഒരു പ്രതലം അത് സ്ലോപ്പ് ആയിരിക്കാതിരിക്കാൻ നോക്കാം. കാരണം നമ്മുടെ ഒരു ക്ലൈമറ്റിൽ മഴ ഉണ്ടാവും, വെയിലുണ്ടാവും, അങ്ങനെ പല ഫാക്ടേഴ്സും വരുന്നുണ്ടാവും. അപ്പോൾ വെള്ളം കയറാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ അധികം ഫാക്ടേഴ്സ് എല്ലാ ഇപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് ഓൾ ഇൻവെർട്ടേഴ്സും IP റേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ചെറിയ ചാറ്റൽ മഴയോ അല്ലെങ്കിൽ ഒരുവിധം വാട്ടർ റെസിസ്റ്റന്റ് ആയിരിക്കും. നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ പറയുന്ന പോലെ തന്നെ ഇൻവെർട്ടേഴ്സും IP റെസിസ്റ്റന്റ് ആണ്. വെള്ളത്തിന്, പൊടിയും, ഡസ്റ്റും ആ കാര്യങ്ങളെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നതാണ് ഒരു പരിധി വരെ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകെ കാലക്രമേണ അതിന് ഡാമേജസ് സംഭവിക്കാം. ഓക്കെ, അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യാനുള്ള ശ്രമിക്കുക. ഇൻവെർട്ടറിന്റെ ഒരു പൊസിഷൻ ചെരിഞ്ഞ പ്രതലത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. നേരെ കാണുമ്പോൾ ഒരു ആംഗിളിൽ ചെറിയതായിട്ടോ, ഇത്രയും ആംഗിളിൽ ടിൽറ്റ് ഇല്ലെങ്കിലും ചെറിയ ആംഗിളിൽ ടിൽറ്റ് ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതുപോലെ പിന്നെ ഞാൻ രണ്ടാമത് പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റാണ് സെലക്ട് ചെയ്യുന്ന ഒരു പൊസിഷൻ. ഇൻവെർട്ടർ നമ്മൾ പ്ലേസ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് സൺലൈറ്റിന് വീഴാൻ പാകത്തിന് ആകാതിരിക്കാൻ ശ്രമിക്കുക. ഡയറക്റ്റ് സൺലൈറ്റിന് വീഴാൻ പാകത്തിന് നിൽക്കരുത്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു ഷെയ്ഡ്, മിക്കവാറും ഷെയ്ഡ് വരുന്ന പൊസിഷൻസിൽ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡയറക്ട്ലി സൺലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു മാസം പ്രശ്നം ഉണ്ടാവില്ല, ഒരു വർഷം പ്രശ്നം ഉണ്ടാവില്ല. ഇതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം. ഒരു സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് വൺസ് അയാൾ കാശ് മുടക്കി അയാൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ജീവിതകാലം മുഴുവനും അവിടെ തന്നെ ഉണ്ടാവും. ആ ഒരു സോളാർ പാനലിൽ നമ്മൾ ഇൻസ്റ്റാളേഴ്സ് ഒക്കെ പറയുന്ന ഒരു വാറണ്ടി, അല്ലെങ്കിൽ സപ്ലൈസ് പറയുന്ന ഒരു വാറണ്ടി 25 years ഒക്കെ പറയും, പെർഫോമൻസ് വാറണ്ടി. ഓക്കെ, അപ്പോൾ അത്രയും വർഷം, ഒരു 20-25 വർഷത്തോളം ഈ സാധനം അവിടെ നിന്ന് വർക്ക് ചെയ്ത് ഓടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ, നല്ലൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഡയറക്റ്റ് വെയിൽ, ഡയറക്റ്റ് മഴ അവോയ്ഡ് ചെയ്യുക. മഴ പ്രശ്നമില്ല, ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ പ്യൂറായിട്ട് കൊണ്ടുവന്ന് ഒരു ഇൻവെർട്ടർ വെളിയിൽ വെക്കാതിരിക്കുക. ഒരു ചെറിയ കനോപ്പിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഇപ്പൊ ഈ ഇമേജിൽ കാണുന്ന പോലെ ഡയറക്റ്റ് സൺലൈറ്റ് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ ചെറിയ റബ്ബർ ബീഡിങ്സ് ഉണ്ടാവും. എല്ലാ മെറ്റൽ പാർട്സ് ആയിരിക്കണമെന്നില്ല. അതിനകത്ത് ഇൻസുലേഷന് വേണ്ടിയിട്ട് റബ്ബർ ബീഡിങ്സ് ഉണ്ടാവും, സീലിംഗ് ഉണ്ടാവും, സിലിക്കൺ സീലിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഡയറക്റ്റ് സൺലൈറ്റ് വരുമ്പോൾ അത് പോകെ അത് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇൻവെർട്ടർ വെക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് അടുപ്പിച്ച് വളരെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ പോയിട്ട് ഇൻവെർട്ടർ പ്ലേസ് ചെയ്യാതിരിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഇൻവെർട്ടറിന് ചുറ്റും ഒരു ഫ്രീ സർക്കുലേഷൻ എയർ പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇടുക. ചെറിയ സിസ്റ്റത്തിനാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു 10-20 centimeter എന്നൊക്കെ പറയുന്ന ഒരു 3 kilowatt 5 kilowatt സിസ്റ്റത്തിനൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഹയർ സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ 50 kilowatt 100 kilowatt സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് അല്ല, കുറച്ചും കൂടി നല്ലൊരു 50 centimeter, 1/2 meter 1 meter വരെയുള്ള ഡിസ്റ്റൻസ് ഇൻവെർട്ടറിന്റെ സൈഡിലും അതുപോലെ തന്നെ മേളിലും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം
വളരെ കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 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 അടഞ്ഞ മുറി, ഒരു ക്ലോസ്ഡ് റൂമിലാണ് ഒരു ഇൻവെർട്ടർ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്കറിയാം, ഏതൊരു മെഷീനും ചൂട് കൂടുതലാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കുറയും. ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മെക്കാനിക്കലി വർക്ക് ചെയ്യുന്ന ഏതൊരു ഡിവൈസും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിന്റെ എഫിഷ്യൻസി വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നല്ലൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് വലിയൊരു ഫാക്ടർ തന്നെയുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ കൊടുക്കുന്ന ഇൻവെർട്ടറിന്റെ ഒരു ഐ ലെവൽ കീപ്പ് ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് ഒരു പോയിന്റും കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ മെയിൻ്റെനൻസ്, നമ്മൾ കൊടുക്കുന്ന ഇൻവെർട്ടർ സർവീസിങ് ചെയ്യാനുള്ള ആവശ്യങ്ങൾ വരാം. കംപ്ലൈന്റ് ആവാം, കംപ്ലൈന്റ് ഒരിക്കലും ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള സമയങ്ങളിൽ ഒരു സർവീസ് ടെക്നീഷ്യന് പോയി നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാളേഷനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ 1-2 എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ചെറിയ സിസ്റ്റംസ് ആണ് ഈ കാണുന്നതെല്ലാം. പല മേക്കുകളിലുള്ള പല ഇൻവെർട്ടേഴ്സ് ഉണ്ട്. ഫ്രോണിസ് ഉണ്ട്, ആങ്കർ ഉണ്ട്, ABB. ഇതും ABB. ഇത് ചെറിയ സിസ്റ്റംസ് ആണ്. 5 കിലോവാട്ട് അങ്ങനെ എന്തോ ഫ്രോണി സിസ്റ്റം. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം, കസ്റ്റമർ കാണുന്ന ഒരു പാർട്ടിൽ ഇരിക്കുന്ന ഒരു സാധനം. അത് നല്ല വൃത്തിയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവർ കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ഇൻസ്റ്റാളേഴ്സിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല നീറ്റായിട്ട് കേബിൾ ട്രേ, അതുപോലെ തന്നെ പൈപ്പ് കൊടുത്ത് ACDB, DCDB, ഇൻവെർട്ടർ എല്ലാം നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവും. ഈ പറഞ്ഞ ഇതൊരു 100 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. അതിന് സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതും ഒരു ഐ ലെവൽ പൊസിഷനിൽ ഒരാൾക്ക് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഈ ഇതിൽ കാണാം. ഇപ്പോൾ ഇതും 100 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടേഴ്സ് ആണ്. അപ്പോൾ ഒരു ടെക്നീഷ്യൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ്, ലൊക്കേഷൻ സെലക്ട് ചെയ്ത ഇൻസ്റ്റാളേഷൻസ് നമുക്കിവിടെ കാണാം. അതുപോലെ ഞാൻ 1-2 ഫോട്ടോസ് വേറെയും കൂടി കാണിക്കാം. ഒരു ഇൻസ്റ്റാളേഷൻസ് ആണ്. ഇത് ABB 100 കിലോവാട്ട് ഇൻവെർട്ടർ ആണ്. മണ്ണിനോട് ഭയങ്കര താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. ഒരു ഐ ലെവൽ പൊസിഷൻ അവർ നോക്കിയിട്ടേ ഇല്ല. വളരെ താന്നിരിക്കുന്ന ഒരു ഇൻസ്റ്റാളേഷൻസ് കാണാം. അതുപോലെ ഇതാണെങ്കിൽ ഒരുപാട് ഹൈറ്റിലേക്ക് മാറിയിട്ടുള്ളത്. ഒരു സർവീസിന് നമ്മൾ പോയി കഴിയുമ്പോൾ അവർ സർവീസ് ടെക്നീഷ്യന് നിൽക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ലാഡർ വെച്ച് കൊടുക്കണം. അവിടെ നിന്നിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പാടായിരിക്കും. അതുപോലെ ചെറിയ സിസ്റ്റത്തിൽ വരുമ്പോൾ ഇവർ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ. ഓക്കെ, നിങ്ങൾക്കത് പിക്ചേഴ്സിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഈ ജനലടയ്ക്കാൻ ഇനി വീട്ടുകാർ ഇൻവെർട്ടർ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒരു ഹൈ ലെവൽ പൊസിഷൻ കീപ്പ് ചെയ്യുക, ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോസർ ഇല്ലാതെ ഒരു ഷെയ്ഡൊക്കെ ഉള്ള കുറച്ചൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇൻസ്റ്റാളേഷന് ശേഷം ഞാൻ പോകുന്നതിൻ്റെ ഇൻവെർട്ടർ പാരാമീറ്റർ കോൺഫിഗറേഷനിലാണ്. ഓക്കെ, പാരാമീറ്റർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ പാരാമീറ്റർ സെറ്റിംഗ്, ഈ ഒരു പാർട്ടിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇൻവെർട്ടറിനോട്, ഇന്ന കൺട്രിയിലാണ് നീ വർക്ക് ചെയ്യുന്നത്, ഇവിടുത്തെ ഫ്രീക്വൻസി, ഇവിടുത്തെ വോൾട്ടേജ്, ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെയാണ് എന്ന്. കാരണം ഇതൊരു കൺട്രിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മാനുഫാക്ചർ ഉണ്ടാക്കുന്നത് വളരെ കുറവായിരിക്കും. ഇന്റർനാഷണൽ ലെവലിലുള്ള ഇൻവെർട്ടേഴ്സ് എല്ലാം, അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു ഏരിയക്കുള്ള മാത്രമല്ല, ഇന്റർനാഷണലി എല്ലാ സ്ഥലത്തേക്കും കൊടുക്കുന്ന ഇൻവെർട്ടേഴ്സ് പല ഗ്രിഡ് വാല്യൂസ്. ഇപ്പോൾ നമുക്കറിയാം, പുറത്തെ സിസ്റ്റംസ് വേറെയാണ്. 60 ഹെർട്സ് ഫ്രീക്വൻസിയിലാണ് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നത്. 110 ആ റേഞ്ചിലാണ് അവരുടെ വോൾട്ടേജ്. 2 സിസ്റ്റം ഉണ്ട് അവർക്ക്, നമ്മുടെ 3 ഫേസ് പോലെ. ഒരാൾ ഇത് മെസ്സേജ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നേരത്തെ കാണിച്ച ഇൻസ്റ്റലേഷൻ ഫോട്ടോ ഒന്ന് കാണിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണോ? ഓക്കെ, ഒരു മെസ്സേജ് വന്നാണ്, ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, യെസ്. ഓക്കെ, ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ,
ഓക്കെ ഓക്കെ, പാരാമീറ്റർ സെറ്റിങ്സ്. ഇതിനകത്ത് ഈ ഒരു പോയിന്റിൽ കോൺഫിഗറേഷൻ ഈ ഒരു പോയിന്റിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ഇവിടുത്തെ ഗ്രിഡിന്റെ മാക്സിമം അവൈലബിൾ അലവബിൾ വോൾട്ടേജ് സിംഗിൾ ഫേസ് ആണെങ്കിൽ ഇത്രയാണ്, 3 ഫേസ് ആണെങ്കിൽ ഇത്രയാണ്, അതല്ല അതിന്റെ ലോവർ ലിമിറ്റ് സിംഗിൾ ഫേസ് ആണെങ്കിൽ ഇത്രയാണ്, 3 ഫേസ് ആണെങ്കിൽ ഇത്രയാണ്. ഓക്കെ, നമുക്ക് നിലവിൽ നമ്മുടെ ഒരു സിസ്റ്റം കേരളത്തിനെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ വരുമ്പോൾ KCB പറയുന്നത് ഒരു 240 പ്ലസ് 10%, 240 മൈനസ് 20% എന്നുള്ള രീതിയിൽ നോമിനൽ വോൾട്ടേജ് 240 ആയിട്ട് അവർ കൺസിഡർ ചെയ്തിട്ട് 264 192 ആണ് നമ്മുടെ സിംഗിൾ ഫേസിൽ അപ്പർ വോൾട്ടേജ് ലിമിറ്റ്. അതുപോലെ 192 ആണ് ലോവർ വോൾട്ടേജ് ലിമിറ്റ്. 3 ഫേസ് ഇൻവെർട്ടേഴ്സിൽ വരികയാണെങ്കിൽ 457 അല്ലെങ്കിൽ 333 അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്. ഫ്രീക്വൻസി 50 ഹെർട്സ് നോർമലി പ്ലസ് 1% 50.5 വരുന്നു. അതുപോലെ ലോവർ ലിമിറ്റ് 47.5 മൈനസ് 5% 47.5 ആണ് വെക്കുന്നത്. റീസ്റ്റാർട്ട് ടൈം എന്ന് ഉദ്ദേശിച്ചാൽ സപ്പോസ് ഗ്രിഡ് ഫെയിൽ ആയാൽ ഈ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഓക്കെ, ഗ്രിഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് ഈ ഇവിടെ നിന്നുള്ള ഗ്രിഡ് എന്നുള്ള AC റെഫറൻസിലാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിൽ ഗ്രിഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇവൻ തിരിച്ച് ഇവൻ പ്രൊഡക്ഷൻ നിർത്തും. അതായത് ഈ ഇൻവെർട്ടറിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും അവിടെ കൊണ്ട്. പിന്നീട് എപ്പോൾ ഗ്രിഡ് തിരിച്ചു വരുമ്പോൾ മാത്രമാണ് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ തിരിച്ച് വീണ്ടും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ട്രിപ്പ് ടൈം എന്ന് ഉദ്ദേശിച്ചത് ട്രിപ്പ് ടൈം അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ടൈം എന്ന് ഉദ്ദേശിച്ച് 60 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ, അതായത് KCB ഗ്രിഡ് തിരിച്ച് വന്നതിന് ശേഷം 60 സെക്കൻഡോളം അത് ഒബ്സർവ് ചെയ്ത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെർട്ടർ ഓൺ ആവുള്ളൂ, ഇൻവെർട്ടർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന ഒരു ടൈമാണ് 60 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇൻവെർട്ടർ പാരാമീറ്റർ കോൺഫിഗറേഷനിൽ ഈ 5 വാല്യൂസ് ആണ് സെറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഈ 5 വാല്യൂ സെറ്റ് ചെയ്താൽ നമ്മുടെ ഇൻവെർട്ടർ കമ്മീഷനിങ്ങിനും അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിനും റെഡിയായി കഴിഞ്ഞു, നമ്മുടെ പവർ പ്ലാന്റ് റെഡിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. ടെസ്റ്റിംഗ് ടീം വരുമ്പോഴും അവർ നമ്മളോട് ഇൻവെർട്ടറിന്റെ പാരാമീറ്ററിൽ ഈ ഇത്രയും പാരാമീറ്റേഴ്സ്, അപ്പർ വോൾട്ടേജ്, ലോവർ വോൾട്ടേജ്, അപ്പർ ഫ്രീക്വൻസി, അപ്പർ ലിമിറ്റ്, ഫ്രീക്വൻസി, ലോവർ ലിമിറ്റ്, അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ടൈം, ഈ ഇത്രയും വാല്യൂസ് ആണ് അവർ കാണിച്ചു കൊടുക്കാൻ നമ്മളോട് പറയാം. ഓക്കെ, ഇത് നമ്മൾ നമ്മളൊരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഇൻവെർട്ടറിൽ എങ്ങനെ ഞാൻ ഇൻവെർട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഈ എല്ലാ ഇൻസ്റ്റാളേഷൻ ഇൻവെർട്ടർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചില ഇൻവെർട്ടറുകളിൽ, ഇപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിൽ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു ഡിസ്പ്ലേയും ഒരു 3-4 സ്വിച്ച് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് കാണാം. ഈ ഒരു പർട്ടിക്കുലർ ഇൻവെർട്ടറിൽ സ്വിച്ചസ് ഒന്നുമില്ല, ഒരു ചെറിയൊരു ഡിസ്പ്ലേ മാത്രം. ഈ ഇൻവെർട്ടറിലേക്ക് ഇതിലേക്ക് വരുവാണെങ്കിൽ ഈ ഇൻവെർട്ടറിൽ ജസ്റ്റ് ഒരു 3 LED ഇൻഡിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. സ്വിച്ച് ഇല്ല, ഡിസ്പ്ലേ ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇൻവെർട്ടറും അതുപോലെ തന്നെ 3 ഇൻഡിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇൻവെർട്ടറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, ഒരു 4 സ്വിച്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇൻവെർട്ടറിനോട് ഞാനിത് പറഞ്ഞു കൊടുക്കും? അതായത് ഇത് ഇന്ത്യയിലാണ്, ഇത് കേരളത്തിലാണ് പിടിപ്പിക്കുന്നത്, ഇത് അപ്പർ ലിമിറ്റ് ഇത്രയാണ്, അപ്പർ ലോവർ ലിമിറ്റ് ഇത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഇൻവെർട്ടറിന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെ കോൺഫിഗർ ചെയ്യും, അതെങ്ങനെ സെറ്റപ്പ് ചെയ്യും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഓക്കെ, ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിരിക്കുന്ന ഓൾമോസ്റ്റ് ഓൾ ഇൻവെർട്ടേഴ്സിൽ ഇപ്പോൾ ഈ ഒരു സെൻട്രലുള്ള ഈ ഇൻവെർട്ടറിൽ ഡിസ്പ്ലേയും ഇല്ല, സ്വിച്ചസും ഇല്ല. അപ്പോൾ ആ ഇൻവെർട്ടറിനോട് ഞാൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിന് ഒരു ആൻസറാണ് എങ്ങനെ കണക്ട് ചെയ്യും. ഓക്കെ, 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആക്സസ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ RS485 കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ കോൺഫിഗറേഷൻ ഇൻവെർട്ടറിലേക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇൻവെർട്ടറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് അതിന് 2 മെത്തേഡിൽ നമുക്ക് പറ്റും. അതാണ് ഞാൻ ഈ ടൈപ്പ് ഓഫ് കണക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്.
ആക്സസ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ RS485 കമ്മ്യൂണിക്കേഷൻ, വയേർഡ് എന്ന് പറഞ്ഞിട്ട്. മോസ്റ്റ്ലി പുതിയ ഇൻവേർട്ടേഴ്സിലും മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്ന എല്ലാ ഇൻവേർട്ടേഴ്സിലും ഈ ആക്സസ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പം നിലവിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ RS485 കമ്മ്യൂണിക്കേഷൻ, അതായത് വയേർഡ് ആണ്. ആ ഒരു കമ്മ്യൂണിക്കേഷനും മാർക്കറ്റിൽ നിലവിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിലുള്ള ഒരു ഇൻവേർട്ടറിന് ഒരു വൈഫൈ പോയിന്റ് ഉണ്ടാവും. അതായത് ഞാൻ ഇൻവേർട്ടറിന്റെ സൈഡിൽ വന്നിട്ട് എൻ്റെ ഫോണിൽ വൈഫൈ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവേർട്ടറിന്റെ പേരിലുള്ള ഒരു വൈഫൈ കാണിക്കും. അതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇൻവേർട്ടറിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എത്ര വാല്യൂസ് ആണ്, എങ്ങനെയാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, വീഡിയോയുടെ സ്ക്രീൻ അവൈലബിൾ ആണോ സാറേ? ഫുൾ സ്ക്രീൻ ആയിട്ടില്ല. ഇപ്പം ഇൻവെർട്ടർ പാരാമീറ്റർ കോൺഫിഗറേഷൻ ആണ് കാണുന്നത്. ആ സ്ക്രീൻ ഷെയറിംഗ് വേണേൽ ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് ഓപ്പൺ ചെയ്ത് വന്നേരം വന്നേക്കാം. വീഡിയോ ഷെയർ ചെയ്യുന്നൊരു ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്യുക, അത് നേരെ നമ്മളൊരു പേജിലേക്ക് ലീഡ് ചെയ്യും. അവിടെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ ഈ സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? ഹലോ, കാണാം. ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ഏത് നെറ്റ്വർക്കിലേക്ക് ഇൻവെർട്ടർ കണക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. സിമ്പിളായിട്ട് ഫോൺ യൂസ് ചെയ്യുക, വൈഫൈ കണക്ട് ചെയ്യുക, ഒരു QR കോഡ് സ്കാൻ ചെയ്യുക, ആ ഇൻവെർട്ടറും ആ ഫോണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആയി എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ഈ ഒരു രീതിയിൽ നമ്മൾ ഫോൺ ഇൻവെർട്ടറായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം പാരാമീറ്റേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ളത് നേരത്തെ കണ്ട ആ ഒരു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വോൾട്ടേജിന്റെ, അതുപോലെ തന്നെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഫ്രീക്വൻസിയുടെ, അതുപോലെ റീസ്റ്റാർട്ട് ടൈമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ എങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാം. നമ്മുടെ തന്നെ ഒരു ഫോൺ റെക്കോർഡിംഗ് ആണ്, സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. നേരത്തെ നമ്മൾ കണ്ട പോലെ വൈഫൈ യൂസ് ചെയ്തിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം എങ്ങനെ നമുക്ക് ഇൻവെർട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതുണ്ടോ, ഫോണിൽ നമ്മൾ വൈഫൈ സെർച്ച് ചെയ്യുമ്പോൾ
ഇപ്പോൾ എ ബി ബിയുടെ ഇൻവെർട്ടർ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻവെർട്ടറിന്റെ പേരും അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും വരും. അവിടെ നമ്മൾ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ക്രോം ബ്രൗസറിൽ പോവുക. ഓരോ ഇൻവെർട്ടേഴ്സിനും സെപ്പറേറ്റ് ആക്സസ് പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞു. ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുന്നത് ആക്സസ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ അവരുടെ പർട്ടിക്കുലർ IP ഉണ്ടാവും. എ ബി ബിയുടെ പർട്ടിക്കുലർ IP നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇൻവെർട്ടറിന്റെ സ്ക്രീനാണ് 168.192.168.117 എന്ന് പറയുന്നത് ABB ഇൻവെർട്ടറിന്റെ IP ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡാഷ്ബോർഡ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമ്മൾ കയറുന്നു. അതിന് ശേഷം ടോക്കൺസ്, കുറച്ച് പാസ്വേഡും കാര്യങ്ങളും ഉണ്ടാവും. കാരണം എല്ലാവർക്കും ആക്സസിബിൾ ആവില്ല ഈ പറഞ്ഞ കമ്മീഷനിങ് അല്ലെങ്കിൽ പാരാമീറ്റർ സെറ്റിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമറെ സംബന്ധിച്ച് ഇത് അറിയേണ്ട കാര്യമില്ല. കസ്റ്റമർ ഇത് ഇൻസ്റ്റാളർ ആണ് ചെയ്തു കൊടുക്കുന്നത്. ഇന്ന വോൾട്ടേജ് പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വോൾട്ടേജ് സെറ്റിംഗ്സ് നമ്മൾ വൺസ് നമ്മൾ ചെയ്തു പോയത് വീണ്ടും കസ്റ്റമർ കയറി കൊളാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കോൺഫിഗറേഷൻ്റെ പേജിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഹോം സ്ക്രീനിലേക്ക് പോവുകയാണ്. ആ ഹോം സ്ക്രീനിൽ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ ഡാഷ്ബോർഡ് അതുപോലെ തന്നെ കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻവെർട്ടറിന് പറഞ്ഞു കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടു, കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് കൺട്രിയാണ്, ഏത് കൺട്രി സ്റ്റാൻഡേർഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഇൻവെർട്ടറിൽ വന്നിട്ട് ഇൻവെർട്ടർ പാരാമീറ്റേഴ്സ് സെക്കൻഡ് ഓപ്ഷനിൽ നമുക്ക് ഇവിടെ കാണാം. ഇൻവെർട്ടർ പാരാമീറ്റേഴ്സ് ഇവിടെയാണ് ഈ ഇൻവെർട്ടറിൽ, ഈ പർട്ടിക്കുലർ ഇൻവെർട്ടറിൽ നമ്മൾ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുന്നത്. പാരാമീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം AC സെറ്റിങ്സ്. ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ ഗ്രിഡ് സെറ്റിങ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. AC സെറ്റിങ്സ് കൊടുക്കുകയാണ്. അവിടെ വന്നാൽ ഗ്രിഡ് പ്രൊട്ടക്ഷൻ, ഗ്രിഡ് കണക്ഷൻ എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ ഈ ഓപ്ഷൻസിൽ നമുക്ക് കാണാം ഗ്രിഡ് ചെക്ക് ടൈം എന്ന് പറയുന്നു 60 സെക്കൻഡ്സ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ റീസ്റ്റാർട്ട് ടൈം ആണ് ചെക്ക് ഗ്രിഡ് ടൈം. ഗ്രിഡ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇവൻ ഗ്രിഡ് വന്നതിന് ശേഷം അത് റീകണക്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ആ ഗ്രിഡ് സ്റ്റേബിൾ ആണോ ഇല്ലയോ മോണിറ്റർ ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ വാല്യൂസിന്റെ അണ്ടറിലാണോ വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു 60 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെർട്ടർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ മാക്സിമം ഗ്രിഡ് ഫ്രീക്വൻസി 50.5 മേളിലേക്ക് ഗ്രിഡിന്റെ ഫ്രീക്വൻസി മേളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? ഇൻവെർട്ടർ പയ്യെ ഷട്ട് ഡൗൺ ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം വി ഗ്രിഡ് ഫോർ കണക്ഷൻ, അതായത് അപ്പർ ലിമിറ്റ് ആണ്. മാക്സിമം വോൾട്ടേജ്, മാക്സിമം ഗ്രിഡ് വോൾട്ടേജ് ആണ് 264 എന്ന് പറഞ്ഞു വരുന്നത്. അതുപോലെ മിനിമം ഗ്രിഡ് ഫ്രീക്വൻസി 47.5, മിനിമം ഗ്രിഡ് വോൾട്ടേജ് 192 എന്ന് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതും അതിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. ഇവിടെ കാണാം നമ്മൾ ഒരുപാട് ഇൻവെർട്ടർ, ഞാൻ പറഞ്ഞു പല കൺട്രികൾക്ക് വേണ്ടിയിട്ടായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്, പർട്ടിക്കുലർലി ഇന്ത്യക്ക് വേണ്ടി മാത്രമായിരിക്കില്ല. അപ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സ് പല കൺട്രീസിലും ആവശ്യമുള്ളതുണ്ടാവും, നമ്മുടെ ഇവിടെ ആവശ്യമില്ലാത്തതുണ്ടാവും. നമ്മുടെ ഇവിടെ ആവശ്യമുള്ള സെറ്റിങ്സ്, ഈ പറഞ്ഞ ടെസ്റ്റിംഗ് ടീം നമ്മളോട് ചോദിക്കുന്ന സെറ്റിങ്സ് മാത്രം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ കോൺഫിഗർ ചെയ്തു റെഡിയായി എന്നുള്ളതാണ്. അതായത് വോൾട്ടേജ് പാരാമീറ്റേഴ്സും ഇൻവെർട്ടർ പാരാമീറ്റേഴ്സും ഫ്രീക്വൻസി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇൻവെർട്ടർ റെഡി ഫോർ കമ്മീഷനിങ് അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. KCB ആൾക്കാർ വരുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റിംഗ് ഓക്കെ ആണെങ്കിൽ മീറ്റർ മാറിയിരിക്കുന്നു, നമ്മുടെ പവർ പ്ലാന്റ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തന്ന വീഡിയോ മെയിനായിട്ട് ABB ഇൻവെർട്ടർ ആണ്. ABB അല്ലെങ്കിൽ ഫിമർ എന്ന് പറയുന്ന ഇൻവെർട്ടർ ആണ്. ഇതിൻ്റെ ഒരു ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഈ പറഞ്ഞതാണ് ആക്സസ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇൻവെർട്ടർ കോൺഫിഗർ ചെയ്യാൻ ഞാൻ വയർ എടുത്ത് കുത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു മൊബൈൽ യൂസ് ചെയ്തു, മൊബൈലിന്റെ വൈഫൈ യൂസ് ചെയ്ത് ഇൻവെർട്ടറിന് കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്തിട്ട് ആ ഒരു ഫോണിൽ നിന്നുകൊണ്ട് തന്നെ
ഇൻവെർട്ടറിന്റെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന് വയേർഡ് ആയിട്ടല്ല, ഇതുപോലെ തന്നെ വയേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും ഉണ്ട്. RS485 നിങ്ങൾക്ക് അറിയാം, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളാണ്. ആ ഒരു പ്രോട്ടോകോൾ വഴി കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ സെറ്റിങ്സ് പാരാമീറ്റേഴ്സ് എൻ്റർ ചെയ്ത് സെറ്റിങ്സ് കോൺഫിഗർ ചെയ്ത് നമ്മൾ ഇൻവെർട്ടറിനെ പവർ പ്ലാന്റിനെ റെഡിയാക്കി നിർത്തുന്ന ആ ഒരു തരം കമ്മ്യൂണിക്കേഷനും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇൻവെർട്ടർ റെഡിയാണ്. റെഡി ഇൻ ദ സെൻസ് റെഡി ഫോർ പ്രൊഡക്ഷൻ. നമ്മുടെ നോർമലി വർക്ക് ചെയ്യാൻ റെഡിയാണ്. കാരണം ഈ പറഞ്ഞ വോൾട്ടേജ് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 192 വോൾട്ടേജിന് താഴെ വന്നാൽ ഇൻവെർട്ടർ ഓഫ് ആവും. 264 വോൾട്ടേജിന് മേളിൽ പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓഫ് ആവും. ഫ്രീക്വൻസി മാറി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓഫ് ആവും. അപ്പോൾ നമ്മുടെ ഗ്രിഡും നമ്മുടെ KSEB പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വർക്ക് ചെയ്യാൻ പാകത്തിന് ഇൻവെർട്ടറിനെ റെഡിയാക്കി നമ്മൾ കമ്മീഷനിങ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു പോയിന്റിൽ വരെ. ഓക്കെ, അതിനുശേഷം വരുന്ന രണ്ട് പാർട്ട്, നമ്മളൊരു ഇൻസ്റ്റാളേഷൻ കോൺഫിഗറേഷനിൽ വരുന്ന രണ്ട് പാർട്ടാണ് ഡാറ്റ ലോഗറും അതുപോലെ തന്നെ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു പാർട്ട് നമ്മൾ ചെയ്തില്ലെങ്കിലും ഇൻവെർട്ടർ വർക്ക് ചെയ്യും. ടെക്നിക്കലി അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇത് ഡാറ്റ ലോഗർ എന്ന് പറയുന്നതിനെ എന്ന് വെച്ചാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡാറ്റ ലോഗിങ്. ഇൻവെർട്ടർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇൻവെർട്ടർ നമ്മൾ ടെസ്റ്റിംഗ് കഴിഞ്ഞ് മീറ്റർ മാറി ഇൻവെർട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഇന്ന ദിവസം ഇത്ര വാട്ട് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഇത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇന്ന ദിവസം ഇന്ന ടൈമിൽ ഇവൻ ഓഫായി, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ ഇവൻ റീസ്റ്റാർട്ട് ഓൺ ആയി, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ വോൾട്ടേജ് DC ഇൻപുട്ട് വോൾട്ടേജ് കുറവായിരുന്നു. ഇങ്ങനത്തെ ഉള്ള ഡാറ്റാസ് ഒക്കെ ലോഗ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. കാരണം ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇൻ ഫ്യൂച്ചർ ഒരു ഭാവിയിൽ ഒരു കംപ്ലൈൻറ്റോ ഒരു എന്തെങ്കിലും ഒരു സർവീസിങ്ങിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയണം എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയേണ്ടി വരും. അപ്പോൾ ആ ഡാറ്റ ലോഗ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ബിൽട്ടിൻ ആയിട്ട് ഇൻവെർട്ടർ എല്ലാത്തിലും തന്നെ ഡാറ്റ ലോഗേഴ്സ് ഉണ്ടാവും. ആ ഡാറ്റ ലോഗേഴ്സിന്റെ ആവശ്യം വരുന്നത് എന്താ പറഞ്ഞാൽ നമ്മൾ മോണിറ്ററിംഗ് കോൺഫിഗർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മോണിറ്ററിങ് ചെയ്തില്ലെങ്കിലും ഇൻവെർട്ടർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കസ്റ്റമർ കുറച്ചധികം കാശ് മുടക്കിയിട്ടായിരിക്കും ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കാശ് മുടക്കി വെച്ചൊരു സാധനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അത് എത്ര യൂണിറ്റ് ഒരു ദിവസം ഉണ്ടാക്കി, മിനിഞ്ഞാന്ന് എത്ര ഉണ്ടാക്കി, ഇന്നലെ എത്ര ഉണ്ടാക്കി, ഇന്ന് ഇപ്പൊ നിലവിൽ എത്ര പ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമറെ സംബന്ധിച്ച് അറിഞ്ഞാൽ പുള്ളിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇത്ര മുടക്കിയാണ്, അതിന് എനിക്ക് ഇത്ര കൊള്ളാം, അത് ഒരു ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് ഈ മോണിറ്ററിംഗ് എനേബിൾ ചെയ്യുന്നതിലൂടെ. മോണിറ്ററിംഗ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടറിനെ പുറം ലോകമായിട്ട്, അതായത് ഇൻവെർട്ടറിന്റെ ഒരു സെർവറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇൻവെർട്ടറിലെല്ലാം ഒരു ബിൽറ്റിൻ, ഞാൻ പറഞ്ഞ ഒരു ബിൽറ്റിൻ വൈഫൈ ഒരു ആക്സസ് പോയിന്റ് ഉണ്ടാവും. ഈ ആക്സസ് പോയിന്റ് ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ള ഒരു വീട്ടിലുള്ള ഹോം വൈഫൈ അല്ലെങ്കിൽ റൂട്ടർ അല്ലെങ്കിൽ സ്വിച്ച് ഇതുമായിട്ട് ഇൻവെർട്ടറിനെ കണക്ട് ചെയ്ത് വയ്ക്കാം. ഇതുമായിട്ട് ഇൻവെർട്ടറിനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻവെർട്ടേഴ്സിനും ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ ഇൻവെർട്ടേഴ്സിനും മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മോണിറ്ററിംഗിന്റെ അവരുടെ ഒരു സെർവറിലേക്ക് ആ ഡീറ്റെയിൽസ് പോയി കിട്ടുകയാണ്. ഏത് ഡീറ്റെയിൽസ് ആണ് പോകുന്നത്, നമ്മുടെ ഈ ഡാറ്റ ലോഗറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ അവരുടെ സെർവറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനോ വെബ് ഇന്റർഫേസ് വെച്ചിട്ടോ നമ്മൾക്ക് ഈ പറഞ്ഞ മോണിറ്ററിംഗ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ലാൻ വഴിയും കണക്ട് ചെയ്യാം. ഈ പറഞ്ഞ റൂട്ടറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കേബിൾ വഴി കണക്ട് ചെയ്യാം, അതല്ലെങ്കിൽ വൈഫൈ ത്രൂ കണക്ട് ചെയ്യാം. ഞാൻ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു മോണിറ്ററിംഗ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഇത് ഞാൻ കാണിക്കാം. ഓക്കെ, ഇതൊരു ആങ്കർ പാനസോണിക് എന്ന് പറയുന്ന ഇൻവെർട്ടറിന്റെ ഒരു മോണിറ്ററിംഗ് ആണ്. ഉണ്ണി മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു കസ്റ്റമറാണ്. ഇപ്പോൾ ആളുടെ ലോഗിനിൽ കയറിയിട്ടാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആളുടെ അടുത്ത് എടുത്തതാണ്. അപ്പോൾ ഒരു ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പേജ് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം, ഇത് ലൈവ് ആണ്, ഇന്നത്തെ ദിവസം ഡേറ്റ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഉണ്ട് 22/5 ഇന്നത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസത്തെ ഈ ഇൻവെർട്ടർ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ ഗ്രാഫാണ്
ഇന്നത്തെ ദിവസം ഇയാൾ ഈ ഇൻവെർട്ടർ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 17 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 13 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 13 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതല്ല എനിക്ക് ഒരു ദിവസത്തെ അല്ല, ഇതിപ്പോൾ ഒരു ദിവസത്തെയാണ്. ഈ ഒരു മാസത്തെ എനിക്കറിയണം. ഇപ്പോൾ ഇന്ന് ഈ മന്ത് ഈ മാസം മെയ് മാസത്തെ 1 തൊട്ട് 22 വരെയുള്ള ദിവസങ്ങളുടെ പ്രൊഡക്ഷൻ ഗ്രാഫാണ്. ആദ്യത്തെ 1-2 ദിവസങ്ങൾ കുറവായിരുന്നു, പിന്നീട് ഇപ്പോൾ ഒരു 19.7 യൂണിറ്റ് വന്നിട്ടുണ്ട്. അത് അത്ര യൂണിറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മഴ വന്നിരുന്നു, അപ്പോൾ അതിന് അവരുടെ പ്രൊഡക്ഷൻ വളരെ കുറച്ച് അധികം കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ചെറിയൊരു തോർച്ച വന്നിട്ടുണ്ട്, അപ്പോൾ വീണ്ടും പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്നെന്താണെന്നറിയില്ല. ഇന്ന് ഓക്കെ, ഇന്ന് അവിടെ ആ ഏരിയയിൽ കുറവായിരുന്നായിരിക്കാം, അതിന് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. 13 യൂണിറ്റ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ഷൻ മാത്രം അറിയാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മോണിറ്ററിങ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ഡാറ്റ ലോഗർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽസ്, ഓക്കെ, ഒരു PAC എന്ന് പറഞ്ഞ പവർ, AC പവർ പ്രൊഡ്യൂസ്ഡ് ആണ് ആ സമയത്ത്, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. MPPT കറണ്ട്, ഇന്നത്തെ MPPT 1 കറണ്ടാണ്. MPPT ഇത് 5 കിലോവാട്ട് സിസ്റ്റം ആണ്, അതിനകത്ത് 2 MPPT ആണ് വരുന്നത്. അതുകൊണ്ട് MPPT 1, MPPT 2 ഇത് ആക്ച്വലി 5 കിലോവാട്ട് പാരലൽ സിസ്റ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് 2 MPPTയിലും ഈക്വൽ ആയിട്ടാണ് അതിൻ്റെ MPPT കറണ്ട് പോയിരിക്കുന്നത്. MPPT 1 വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ രാവിലെ 8 മണിയുള്ള സമയത്ത് ഇത്ര 341, 343 വോൾട്ടേജ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞൊരു മോണിറ്ററിങ് നമുക്ക് ഇത്രയും പാരാമീറ്റേഴ്സ്, MPPT വോൾട്ടേജ്, ഗ്രിഡ് വോൾട്ടേജ്, ഗ്രിഡ് കറണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ, അതായത് ഒരു 10:20 പ്രൊഡക്ഷൻ 0 പോയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ സമയത്ത് ഗ്രിഡ് വോൾട്ടേജ് നോക്കുകയാണ്. വോൾട്ടേജ് ഓക്കെ, ഓക്കെ, വാട്ടെവർ, എന്തോ ഒരു റീസൺ കൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ 10:20 ഇൻവെർട്ടറിന്റെ പ്രൊഡക്ഷൻ 0 വന്നിട്ടുണ്ട്. ഒന്നുകിൽ ഓവർ വോൾട്ടേജ് ആവാം, ഒന്നുകിൽ അണ്ടർ വോൾട്ടേജ് ആവാം, അല്ലെങ്കിൽ ഗ്രിഡ് പോയതാവാം. പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സമയത്ത് 10:20 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ ഇൻവെർട്ടറിന്റെ ഒരു പ്രൊഡക്ഷൻ 0 പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മോണിറ്ററിങ് എനേബിൾ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ലൈവായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാം. ഇത്ര ദിവസത്തെ കാര്യങ്ങളും നമുക്കറിയാം. ഇന്ന പഴയ ദിവസങ്ങളിലും ഉള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടറിന് ഞാൻ പറഞ്ഞു ബിൽറ്റിൻ ആയിട്ട് ഒരു വൈഫൈ സെൻസിങ് ഉണ്ട്. അത് വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതും നോക്കുമ്പോൾ ഒരു പൊസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ, വീട്ടിലെ വൈഫൈ അവൈലബിൾ ആണെങ്കിൽ അതിൽ നിന്നൊരു മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 5 മീറ്റർ, അറൗണ്ട് ഒരു 5 മീറ്ററിന്റെ ഉള്ളിൽ തന്നെ വൈഫൈ ഇത് കീപ്പ് ചെയ്യാൻ നിൽക്കുക. കാരണം ഇൻവെർട്ടറിന്റെ ഇതിനൊരു പരിധി ഉണ്ട്, അതിൽ കൂടുതൽ ഒരു ലെങ്ത്തിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ. നമ്മൾ കോമൺലി പറയും നമ്മൾ കോൺക്രീറ്റ് വാളിന്റെ പുറത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 5 മീറ്റർ ഡിസ്റ്റൻസ് മാക്സിമം അതിന്റെ ഉള്ളിൽ അതിന്റെ വൈഫൈ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റർബൻസസ് ഇല്ലാതെ ഈ പറഞ്ഞ വൈഫൈ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ആയിട്ടിരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റാണ് നമ്മൾ കോൺഫിഗറേഷൻ്റെ വരുന്നത്. നമ്മൾ നോക്കിയത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൊക്കേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, പാരാമീറ്റേഴ്സ്, അതുപോലെ തന്നെ ഡാറ്റ ലോഗർ, കോൺഫിഗറേഷൻ, മോണിറ്ററിങ്. ഈ 4 സ്റ്റെപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഗറേഷൻ കഴിഞ്ഞ് പവർ പ്ലാന്റ് ഈസ് റെഡി ഫോർ കമ്മീഷനിങ് ആൻഡ് ഓൾ. അതിനുശേഷം നമ്മൾ പോകുന്ന ഒരു പോയിന്റാണ് ഇൻവെർട്ടറിന്റെ സർവീസ് സൈഡ്. ഓക്കെ, സർവീസ് സൈഡിൽ നമ്മൾ എപ്പോഴും ഒരു എല്ലാവരും ഇൻസ്റ്റാളേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സർവീസ് പ്രോപ്പറായിട്ട് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനാണ് ഓൾമോസ്റ്റ് ഓൾ കസ്റ്റമേഴ്സിനുള്ളത്. കാരണം വൺസ് ഈ പുള്ളി വെച്ചിട്ട് വർക്ക് ചെയ്തു, കാശ് മേടിച്ച് പോയി, പിന്നീട് അവിടെ തിരിച്ച് ഒരു കംപ്ലൈന്റ് വന്നാൽ ഇവർ വരുമോ ഇല്ലേ എന്നുള്ളതൊരു പേടി എല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ആള് ഇത്ര കാശ് മുടക്കി വെക്കുന്ന ഒരു ഡിവൈസിൽ പ്രോപ്പർ സർവീസ്, മെയിൻ്റെനൻസ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ ബുദ്ധിമുട്ട് തന്നെയാണ്.
ഓക്കെ, ഞാൻ ഒരു ഇൻസ്റ്റാളേഴ്സിനോട് പറയുമ്പോൾ ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ഒരു 3 ടൈം സർവീസ് വിസിറ്റ് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു കൊട്ടേഷൻ മാത്രമേ നിങ്ങളൊരു പവർ പ്ലാന്റ് കൊട്ടേഷൻ കൊടുക്കാൻ നേരത്ത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം മിനിമം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ലോ രീതിയിൽ ഒരു കൊട്ടേഷൻ എടുത്തു, ഒരു വർക്ക് പിടിച്ചു, അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ കംപ്ലൈന്റ് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു സർവീസ് വിസിറ്റിന് പോകേണ്ടി വരുന്ന ആൾക്ക് കാശ് കൊടുക്കേണ്ടി വരും, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, ടെക്നീഷ്യന് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു 3 ടൈം വിസിറ്റ് കൂടി നമ്മൾ മാർജിൻ ഇട്ടിട്ട് വേണം എപ്പോഴും ഒരു പവർ പ്ലാന്റ് വർക്കിലേക്ക് നമ്മൾ പോകാനായിട്ട്. കാരണം സർവീസ് നമ്മൾ കൊടുക്കുന്നതോറും നമ്മുടെ ഒരു ഇതിനാണ്, ഒരു ഇൻസ്റ്റാളർ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു പേരാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വന്ന് നോക്കും എന്നുള്ളത്. ഒരിക്കലും ഒരാൾക്കും സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് അത് പോയി നന്നാക്കാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാവില്ല. നമ്മൾ വളരെ കുറഞ്ഞ റേറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല. അതൊരു ശരിയായ ഒരു രീതിയല്ല. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ തന്നെ സർവീസും കൂടി കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. കാരണം നാളെ നമ്മളിവിടെ ഉണ്ടാവണം, നാളെ നമുക്ക് പ്രൊജക്റ്റുകൾ വേണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സർവീസ് കോൺഫിഗറേഷൻ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. ഓക്കെ, ഓക്കെ, സർവീസിന് നമ്മൾ പോകുമ്പോൾ ഒരു ആരെങ്കിലും, അതായത് വർക്കൊക്കെ കഴിഞ്ഞ് കുറേ നാൾ ഓടി, 1 വർഷം 2 വർഷം ഒക്കെ ഓടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ സർവീസിന്റെ സൈറ്റിൽ പോകുന്ന സമയത്ത് വെറുതെ ആരെങ്കിലും പറഞ്ഞു വിട്ട് നോക്കുക എന്നുള്ളതല്ലാതെ ഒരു ക്വാളിഫൈഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആളെ നമ്മൾ സർവീസിന് വിടണം. കാരണം ഇത് നമ്മുടെ പേരിനെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ക്വാളിഫൈഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു അവബോധം ഒക്കെ ഉള്ള ആളെ നമ്മൾ ഡെപ്യൂട്ട് ചെയ്ത് വിടുക. ഓക്കെ, ആൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും, ഇലക്ട്രിക്കൽ ഹസാർഡ്സ് എന്താണെന്നുള്ളത് അറിയാം. കാരണം ഇലക്ട്രിസിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതിയല്ല. ഓക്കെ, ലൈവ് കണ്ടക്ടർ ആണോ ലൈവ് കണ്ടക്ടർ അല്ലേ എന്നുള്ളത് ഒന്നുകിൽ തൊട്ട് നോക്കണം, അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് നോക്കണം. ഇതല്ലാതെ നമുക്ക് അറിയാനായിട്ട് ടെസ്റ്റർ വെച്ച് നോക്കാം. അല്ലാതെ നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് ഇത് ചാർജർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ടൂൾസ്, ഇൻവെർട്ടർ എന്തെങ്കിലും അഴിക്കാനോ തുറക്കാനോ ഒക്കെ ഉള്ള ബേസിക് ടൂൾസ്, വോൾട്ടേജ് കറണ്ട് മെഷർ ചെയ്യാനുള്ള മൾട്ടിമീറ്റർ, ക്ലാമീറ്റർ, അങ്ങനെയുള്ള ഡിവൈസുകളെല്ലാം നമ്മൾ ഈ പറയുന്ന സർവീസിന് പോകുന്ന ആളുടെ കയ്യിൽ കൊടുത്തുവിടാൻ ശ്രദ്ധിക്കുക എപ്പോഴും. ഓക്കെ, അതുപോലെ തന്നെ DC സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ സോളാർ പാനൽ എന്ന് പറയുന്നത് സൺലൈറ്റിന് എക്സ്പോസ്ഡ് ആയിരിക്കും. ഓക്കെ, അത് ഇത്ര പാനൽ ചിലപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നിന്ന് വോൾട്ടേജ് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മനസ്സിൽ എപ്പോഴും ഒരു ആലോചന ഉണ്ടാവണം ഒരു ആൾ സർവീസിന് വർക്ക് ചെയ്യുന്ന സമയത്ത്. DC ലൈവിൽ ബ്രേക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഫ്യൂസ് വലിച്ചു വരാതിരിക്കുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് നല്ലൊരു ധാരണയും ബോധ്യമുള്ള ആൾക്കാരെ മാത്രം സർവീസിന് വിടുക. കാരണം മെയിൻ്റെനൻസ് ആണ്, എന്താണ് എറർ, എവിടെയാണ് കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവും കൂടി നമുക്ക് ഇതിനകത്ത് ആവശ്യമാണ്. ഓക്കെ, ഞാൻ കുറച്ച് സമയം ഒരുപാടായി, കുറച്ച് കോമൺലി വരുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ പറയാം. സർവീസ് സൈഡിൽ നമ്മൾ പോകുമ്പോൾ, നമ്മളൊരു സ്ഥലത്ത് ഒരു പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടർ ഓഫായി കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമർ നമ്മളെ വിളിച്ചു പറയാണ് ഇൻവെർട്ടർ ഓഫാണ്, അല്ലെങ്കിൽ ഇൻവെർട്ടർ ഷട്ട് ഡൗൺ ആണ്, ഒന്നുമില്ല എന്ന് പറയുന്നത്. ഇൻവെർട്ടർ ഷട്ട് ഡൗൺ ആയിട്ട് മെയിൻലി 3 കാര്യങ്ങളാണുള്ളത്, റീസൺസ് ആണുള്ളത്. ഒന്നുകിൽ വളരെ ലോ DC വോൾട്ടേജ്, അതിരാവിലെ ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ വളരെയധികം ഇതൊക്കെ വന്നിട്ട് ലൈറ്റ് തീരെ ഇല്ലാത്തൊരവസ്ഥ, DC വോൾട്ടേജ് വളരെയധികം കുറവാണെങ്കിൽ ഇൻവെർട്ടർ ഓഫ് ആയി പോകും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു AC ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റമാണ്. ഈ AC സപ്ലൈ ഇവിടെ ഇല്ലെങ്കിൽ ഇൻവെർട്ടർ ഓഫ് ആയി പോകും. നേരത്തെ പറഞ്ഞ പോലെ ഓവർ വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജ് പാരാമീറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെവൽ, ആ ബാൻഡിന്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഈ ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് വോൾട്ടേജ് ബാൻഡിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഫ്രീക്വൻസി ബാൻഡിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇൻവെർട്ടർ ഓഫ് ആയി പോകും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നാമത്തെ DC വോൾട്ടേജ് കുറവാണെങ്കിൽ, ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് തിരിച്ചു വരുമ്പോൾ തന്നെ ഇൻവെർട്ടർ ഓൺ ആയിക്കോളും. ഗ്രിഡ്, അതുപോലെ തന്നെ ഗ്രിഡ് സപ്ലൈ തിരിച്ചു വരുമ്പോൾ ഇൻവെർട്ടർ ആയിക്കോളും. ഈ ഓവർ വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്നുകിൽ നമ്മുടെ സൈറ്റിൽ, നമ്മുടെ വീട്ടിൽ ഉള്ള മിസ്റ്റേക്സ് ആവാം, ഫ്യൂസ് പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി ഉരുകിയിരിക്കോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവാം. അതല്ല KCBയുടെ സൈഡിൽ നിന്നാണ് വരുമ്പോൾ തന്നെ അവരെ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് തന്നെ
ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അണ്ടർ വോൾട്ടേജ് ഓവർ വോൾട്ടേജ് ഉണ്ട് എന്നുള്ളതിൽ നമ്മൾ KCBനെ അറിയിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു പ്രശ്നമാണ് സോളാർ പാനലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കുറയുക എന്നുള്ളത്. സോളാർ പാനലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കുറയാനായിട്ട് അധികം കാരണങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള 1-2 ഷെയ്ഡിങ് വരാനുള്ള ഒരു റീസൺ. ഷെയ്ഡിങ് എന്ന് ഉദ്ദേശിച്ചത് സോളാർ പാനലിൽ നിഴല് വീഴാനുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുന്നത് ഇൻസ്റ്റാളേഷൻ എല്ലാം മുമ്പ് തന്നെ നമ്മൾ എവിടെയാണ് പാനൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രോപ്പറായിട്ട് ഒന്ന് സർവേ ചെയ്യുക. എവിടേക്കും ചുറ്റും നോക്കുക, എന്തെങ്കിലും തെങ്ങോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ സൈഡിൽ എന്തെങ്കിലും വേറെ ഐറ്റംസ് ഉണ്ടോ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൺലൈറ്റ് നോക്കി ഇവിടെ നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന സ്ഥലത്ത് കിട്ടോ ഇല്ലേ എന്നുള്ളതെല്ലാം നോക്കുക. പിന്നെ ഇൻവെർട്ടർ പാനൽസിൽ പൊടി മാസത്തിലൊരു 2 തവണ വാഷിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തായാലും പൊടി ഉണ്ട്, അത് ഈ പറഞ്ഞ സ്ഥലത്തേക്കെല്ലാം വന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു വാഷിംഗ് നമ്മൾ എൻഷുർ ചെയ്തിരിക്കുക, മാസത്തിൽ 1-2 തവണ ഒന്ന് കഴുകി കൊടുക്കുക. പിന്നെ ഇൻവെർട്ടറിൻ്റെ എഫിഷ്യൻസി കുറയുന്ന പോലൊരു തോന്നൽ. കാരണം നമ്മളൊരു 1 kW സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആനുവൽ ആവറേജിൽ പറയുന്ന ഒരു 4 യൂണിറ്റ് പ്രൊഡക്ഷൻ പെർ ഡേ, ഒരു ദിവസം 4 യൂണിറ്റ് പ്രൊഡക്ഷൻ 1 kW സിസ്റ്റം നമ്മൾ വെച്ചാൽ കിട്ടും നമ്മൾ പറയും. അപ്പോൾ മഴയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ 3 ആവാം. അതല്ല, കണ്ടിന്യൂലി വെയിലുള്ള സമയത്തും ഇൻവെർട്ടറിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. 4 യൂണിറ്റ് 1 kW വെച്ചിട്ട് എനിക്ക് 4 യൂണിറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ 3 kW വെച്ചിട്ട് ഈ പറഞ്ഞ 12 യൂണിറ്റിനോട് അടുത്ത് കിട്ടുന്നില്ല എങ്കിൽ അത് ഇൻവെർട്ടറിന്റെ ഒരു ഫോൾട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ 1-2 അധികം കാരണങ്ങൾ ഉണ്ട് ഇൻസുലേഷൻ ഫെയിലിയർ ആവും. ഇൻസുലേഷൻ ഫെയിലിയർ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒരു സ്ട്രിങ്, ഒരു സോളാർ പാനൽസ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ്ങിൽ ഇൻസുലേഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടാവും ആ ഒരു സ്ട്രിങ്ങിൽ. ഒന്നുകിൽ പാനലിന്റെ കംപ്ലൈന്റ് ആവാം, അതല്ലെങ്കിൽ സ്ട്രിങ്സ് കേബിൾ വലിച്ചതിന്റെ കംപ്ലൈന്റ് ആവും. സ്ട്രക്ചറിൽ കൂടെയാണ് ഇത് വരുന്നത്. നമ്മൾ കേബിൾ വന്നിട്ട് വലിക്കുന്ന സമയത്ത് സ്ട്രക്ചറിന്റെ സൈഡിലോ എൻഡിലോ കൊണ്ടിട്ട് കേബിളിന്റെ ഇൻസുലേഷൻ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ലീക്കേജ് അവിടെ ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഓവർലോഡ് വരുന്ന സമയത്തോ, അല്ലെങ്കിൽ ഹൈ പ്രൊഡക്ഷൻ, വെരി പീക്ക് പ്രൊഡക്ഷൻ ടൈമിൽ കേബിൾ ചൂടാവുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ടാവാം ഇൻസുലേഷൻ ഫെയിലിയേഴ്സിൽ വരാനുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ ലൂസ് കണക്ഷൻ, പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് ലൂസ് കണക്ഷൻ ആണെങ്കിൽ അവിടെ ആർക്കിംഗ് വരാനുള്ള സാധ്യത ഉണ്ടാവും, ചൂടാവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങൾ വരികയാണെങ്കിൽ MC4 അല്ലെങ്കിൽ കമ്പൈനർ ബോക്സസ്, അല്ലാതെ കേബിള് ജോയിന്റുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നീട് വരുന്നൊരു സംഭവം ഇൻവെർട്ടറിൽ ഷോക്ക് വരിക, അല്ലെങ്കിൽ ഇൻവെർട്ടറിൽ സപ്ലൈ വന്നിരിക്കുക, ലൈവ് ഇൻവെർട്ടറിന്റെ നെറ്റ് ബോൾട്ടിലോ അല്ലെങ്കിൽ ഇൻവെർട്ടറിന്റെ മെറ്റൽ പാർട്സിൽ തൊടുന്ന സമയത്ത് നമുക്ക് ഷോക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് അവിടുത്തെ എർത്തിങ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള എർത്തിങ് ഇതിന് കമ്പൾസറി ആണ്. കാരണം ഈ എർത്തിങ് ഇത്ര റെസിസ്റ്റൻസ് പാനൽ ടു ഇൻവെർട്ടർ ഇത്ര ഇതിനുണ്ടെങ്കിൽ മാത്രമേ ചില ഇൻവെർട്ടർ ഓൺ ആവുക തന്നെ ഉള്ളൂ. ആ ഒരു ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മൾ എർത്തിങ് പ്രോപ്പർ ആണോ നോക്കുക. ഓക്കെ, അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇൻവെർട്ടർ ഡെഡ് കണ്ടീഷനിലാണ്. ഇൻവെർട്ടറിന് ഡിസ്പ്ലേയിൽ ഒന്നുമില്ല, ഇൻവെർട്ടർ പ്രൊഡക്ഷൻ ഇല്ല, ഇൻവെർട്ടർ AC കൊടുത്തിട്ട് DC കൊടുത്തിട്ട് ഓൺ ആവുന്നില്ല. ഒരു തരത്തിലും നമ്മുടെ സൈഡിൽ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഇല്ല എങ്കിൽ അത് നിങ്ങളുടെ ഇൻസ്റ്റാളർ ആരാന്ന് വെച്ചാൽ ഇൻസ്റ്റാളറിനെ അറിയിക്കാം. ഇൻസ്റ്റാളർ അതിനുള്ള നമ്മൾ സപ്ലൈ ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ റെമഡീസ് കൊടുക്കേണ്ടി വരും. അത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇന്റേണൽ കമ്പോണൻസ് ഡാമേജ് ആവാം. നമുക്കറിയാം ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസസ് ആണ്. ഓവർ കറണ്ട്, ഓവർ സർജ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇത് ഫേസ് ചെയ്യുന്നതാണ്. 24 അല്ലെങ്കിൽ ഈ പറഞ്ഞ സോളാർ സൺലൈറ്റ് ഉള്ള സമയങ്ങളിൽ ഇത് കണ്ടിന്യൂലി വർക്കിംഗ് ആണ്. 365 ദിവസം വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഡാമേജസ് ഉണ്ടാവാം, സ്വാഭാവികമാണ്. അപ്പോൾ ആ ഇന്റേണൽ കമ്പോണൻസിന് ഡാമേജോ എന്തെങ്കിലും ഫെയിലിയറോ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ നോക്കാം. MPPT ഷോർട്ട് എന്ന് പറയുന്നത് സർജ് മൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ഫോൾട്ട് ആയിരിക്കാം. ഇതെല്ലാം ഒരു സപ്ലയർ അല്ലെങ്കിൽ ഇൻവെർട്ടറിന്റെ സപ്ലയറിന് വന്നിട്ട് കറക്റ്റ് ചെയ്യേണ്ടി വരുന്ന എററാണ്. ഓക്കെ, അടുത്ത വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചില സൈറ്റുകളിൽ കണ്ടിരുന്ന സംഭവമാണ്. ഇൻവെർട്ടർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, നോർമലായിട്ട് ഓടുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ നേരത്തെ ഞാൻ കാണിച്ച പോലെ മോണിറ്ററിങ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല, മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കസ്റ്റമറിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ പോണത്. കാരണം ഇത്ര വെച്ചിട്ട് ഇത്ര കാണുന്നില്ല, അങ്ങനത്തെ പ്രൊഡക്ഷൻ കാണുന്നില്ല, കാണാൻ പറ്റുന്നില്ല, അപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ, അവർക്ക് ടെൻഷൻ ആവും. ചിലർ നാട്ടിലുണ്ടാവില്ല, ഗൾഫിലായിരിക്കും, ഈ പ്രൊഡക്ഷൻ മാത്രം നോക്കുന്നവരുണ്ടാവും, മോണിറ്റർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സംബന്ധിച്ച് ഈ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെർട്ടറിന്റെ വൈഫൈ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. വൈഫൈ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നെങ്കിൽ വൈഫൈ കമ്മ്യൂണിക്കേഷൻ്റെ എറർ ആയിരിക്കാം,
അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മോഡം മാറ്റി വെച്ചിട്ടുണ്ടാവും, പാസ്വേഡ് മാറ്റിയിട്ടുണ്ടാവും, അതിന്റെ മോഡത്തിന്റെ പൊസിഷൻ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു മിനിമം ഡിസ്റ്റൻസിൽ ഇൻവെർട്ടറിന് എത്തിപ്പെടാൻ പറ്റാവുന്നതിനേക്കാൾ ദൂരത്തിലേക്ക് അതിന്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ അത് റീകോൺഫിഗർ ചെയ്ത് തിരിച്ച് വീണ്ടും മോണിറ്ററിങ് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഞാൻ ബേസിക് ആയിട്ട് കോമൺ ആയിട്ട് സാധാരണ ഗതിയിൽ ഇൻവെർട്ടറിൽ കാണുന്ന ഒരു കുറച്ച് എററുകൾ മാത്രമാണ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഞാൻ ഇന്നത്തെ ഒരു സെഷനിൽ ഉദ്ദേശിച്ചത്. എനിക്ക് തന്നൊരു സമയം അരമണിക്കൂറായിരുന്നു, പക്ഷേ അരമണിക്കൂറിന് മേളിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്വസ്റ്റൻ ആൻസർ സെഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞു. ഈ കട്ട് ഓഫ് അപ്പർ വോൾട്ടേജ് ലെവലും ലോവർ ഇത് എല്ലാ ബ്രാൻഡിനും ഇന്ത്യ പ്രൊഫൈലിലെ സെയിം ആണോ? 264 മേലെ ഉള്ളതും താഴെയുള്ളതും? ഓക്കെ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്ന സാധനം ഇൻവെർട്ടർ ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമേ അല്ല. KCB പറയുന്ന റൂളാണിത്. അപ്പർ വോൾട്ടേജ് ലിമിറ്റ്, ലോവർ വോൾട്ടേജ് ലിമിറ്റ്, അതുപോലെ തന്നെ ഫ്രീക്വൻസി, റീസ്റ്റാർട്ട് ടൈം, ഈ പറയുന്ന ഇൻവെർട്ടർ പാരാമീറ്റേഴ്സ് എല്ലാം KCB പറയുന്ന ബാൻഡാണ്. ഇൻവെർട്ടർ ബ്രാൻഡായിട്ട് ഇതിന് ബന്ധമില്ല. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും കുറച്ച് വ്യത്യാസം ഉണ്ടോ, അതോ ത്രൂ ഔട്ട് ഇന്ത്യ എക്സാക്ട്ലി സെയിം ആണോ പ്രൊഫൈൽ? ത്രൂ ഔട്ട് ഇന്ത്യ ഡിപ്പെൻസ് ഓൺ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്താണോ റൂൾ കൊടുക്കുന്നത് ആ ലിമിറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ത്രൂ ഔട്ട് ഇന്ത്യ സെയിം ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കേരളത്തെക്കാൾ കൂടുതൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഈ ഒരു പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല. പക്ഷെ എന്നാലും ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂൾ ഉണ്ടാവും. പക്ഷെ കേരളത്തിൽ സ്ട്രിക്റ്റ് ആണ് കുറച്ചും കൂടി. അവരെന്തായാലും ടെസ്റ്റിംഗ് ടീം അത് ചെക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും ഓരോ സ്റ്റേറ്റ് പ്രൊഫൈൽ കിട്ടുമല്ലോ. ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ കേരള ഉണ്ട്, വേറെ സ്റ്റേറ്റുകളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഇൻവെർട്ടറിൽ ഇന്ത്യ കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താലും വോൾട്ടേജിനെ നമുക്ക് മാറ്റാം. ഇത്ര വോൾട്ടേജ് വരെ 264 ആണെന്ന് നമ്മൾ സെപ്പറേറ്റ് വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് അതാണ്. ക്ലിയർ ആയില്ലേ? ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കാലോ, പറഞ്ഞു. ഇപ്പൊ ഈ ഇൻവെർട്ടറിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ ഒരു പാരാമീറ്റർ 0.2 സെക്കൻഡ്സ് സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ, അത് ABBയുടെ കേസിൽ ഓക്കെ. ബട്ട് ഫ്രോണിയസിന്റെ കേസിൽ അത് 8 സൈക്കിൾസോ മറ്റാണ് സെറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു സയന്റിഫിക് റീസൺ ഓർ എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ, സൈക്കിൾസിൽ ഓക്കെ, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 20 മില്ലിസെക്കൻഡ്. ഓക്കെ, അങ്ങനെ വെച്ചാൽ 8 സൈക്കിൾ ആണ് സെറ്റ് ചെയ്യുന്നത് നമ്മള്. മേ ബി 0.2 into 8 160. അപ്പം നമ്മളെ വാല്യൂ കറക്റ്റ് ആവില്ലല്ലോ KCB പറയുന്നത്. ഓരോ 8 സൈക്കിൾ എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കണേ. സാധാരണ 200. ബട്ട് നമ്മൾ 8 സൈക്കിൾ അല്ലേ ഫ്രോണിയസിൽ സെറ്റ് ചെയ്യാറ്? അതെ, ഫ്രോണിയസിൽ സൈക്കിൾസിലാണ് സെറ്റ് ചെയ്യുന്നത്. അതും 8 ആണെന്നാണ് എന്റെ ഓർമ്മ. 8 സൈക്കിൾസ് ആണ് സാധാരണ സെറ്റ് ചെയ്യാറെന്നാണ് ഓർമ്മ. പ്യൂർലി ഇത് ടൈം ആണ് സെറ്റ് ചെയ്യുന്നത്. ചില KCB ടീമുകൾ ഇപ്പൊ നമ്മളോട് ചോദിക്കുന്ന 0.2 സെക്കൻഡ് കാണുന്നില്ലല്ലോ, പകരം ഈ സൈക്കിൾസിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു റീസൺ എന്നുള്ളത്? സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് പറയണത്. അതെ, പക്ഷെ അത് ഈ 0.2 സെക്കൻഡ് ആയിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? 10 സൈക്കിൾ ആണ് ആക്ച്വലി വേണ്ടത് 0.2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 0.8 എനിക്കറിയില്ല എന്തുകൊണ്ടാന്ന് പറഞ്ഞത്. 10 സൈക്കിൾ ആണ് ശരിക്കും. 8 ആണോ 10 ആണോ?
ആക്ച്വലി 20 മില്ലി 0.2 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സൈക്കിൾ വരണം. 20 മില്ലി സെക്കൻഡ് ആണല്ലോ ഒരു സൈക്കിള്. ഓക്കെ, അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ നോർമലി സെറ്റിംഗ് ചെയ്യുമ്പോൾ 10 ആണോ കൊടുക്കാറ് ഫ്രോണിയസിൽ? റോഷൻ അറിയോ? എനിക്ക് ആ സൈക്കിൾസിനെ അതൊരു ഡൗട്ട് ഉണ്ട്, അതൊന്നും സാറ് നോക്കിയിട്ട് പറയാം. ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഞാൻ അറിയാത്തൊരു കേസ് വെറുതെ പറയാൻ പറ്റില്ല. നോക്കിയിട്ട് ഞാൻ സാറിന് അപ്ഡേറ്റ് ചെയ്യാം, കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും? ഹലോ സർ, ഓഡിബിൾ ആണോ? ഹലോ 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 സർ, ഓഡിബിൾ ആണോ? ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. സർ, ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം താമസിക്കാണ്ട് കേരള ഗവൺമെന്റ് നിർത്തലാക്കും എന്ന് പറയുന്നതിൽ വല്ല വാസ്തവമാണ്? അവർ ഓഫ് ഗ്രിഡിലേക്കാണ് പോകാൻ പോകുന്നത്. പല സംസ്ഥാനങ്ങളൊക്കെ നിർത്തി തുടങ്ങിയിരുന്നു ഓൺ ഗ്രിഡ് സിസ്റ്റം. അങ്ങനെ വല്ല ഇഷ്യൂ? നിലവിൽ അങ്ങനെ ഒരു റൂളോ അങ്ങനെ ഒരു സംഭവം ഒന്നും കേട്ടിട്ടില്ല. ഓൺ ഗ്രിഡ് നിർത്താൻ പോകുന്നു എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അല്ല, ആൾക്കാർ ഇപ്പൊ കൂടുതലും ഓഫ് ഗ്രിഡിലേക്കാണോ ചായുക, അതോ ഓൺ ഗ്രിഡ് ആണോ? അത് രണ്ടും ഈക്വലി പോകുന്നവര്? അല്ല, ഇത് എന്താന്ന് വെച്ചാല് ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് കസ്റ്റമറെ സംബന്ധിച്ച് ആൾക്ക് തീരുമാനിക്കാൻ. നമ്മുടെ ഒരു വീട്ടില് ഒരു സിറ്റുവേഷനിൽ കസ്റ്റമറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ ഓൺ ഗ്രിഡ് അത്ര ഫീസിബിൾ ആയിരിക്കില്ല ആൾക്ക്. കാരണം സപ്ലൈ ഇല്ല, അത് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഗ്രിഡ് ഇല്ലെങ്കിൽ ഇൻവെർട്ടർ ഓൺ ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ, അങ്ങനെയുള്ള ഒരു സെനാരിയോയിലാണ് നമ്മുടെ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ എങ്കിൽ ഈ പറഞ്ഞ ഓൺ ഗ്രിഡ് ഫീസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അവിടെ ആൾക്ക് ഓഫ് ഗ്രിഡ് ആയിരിക്കും ഫീസിബിൾ ആയിട്ടുള്ളത്. പ്യൂർലി സൈറ്റ് ഡിപ്പെൻഡന്റ് ആണ് ഈ പറഞ്ഞ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ആവശ്യം എന്താണോ, അവരുടെ റിക്വയർമെന്റ് എന്താണോ അതിനെ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ. ഗ്രാജുവലി ഡക്ക് കർവ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈവനിങ് ആകുമ്പോൾ സോളാർ പ്രൊഡക്ഷൻ കുറവും നമ്മുടെ ഡിമാൻഡ് കൂടുന്നതായിട്ടുള്ള ഒരു ഇഷ്യൂ വരും. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ആയിട്ടില്ല. ഗ്രിഡ് സാച്ചുറേറ്റ് ആയിട്ടില്ല സോളാർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറെ ദൂരമുണ്ട് അവിടെ വരെ എത്താനായിട്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊന്നും സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റം ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അല്ല, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന യൂണിറ്റുകൾ തൽക്കാലം സ്റ്റോർ ചെയ്യാൻ ഒരു മാർഗം ഉണ്ടോ സർക്കാരിന്? പക്ഷെ നിലവില് അത് ആവശ്യമില്ലായ്മയില്ല. ഹലോ ഹലോ, പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. ഔട്ട്പുട്ട് സെറ്റിംഗ് 60 സെക്കൻഡാ പറഞ്ഞു. അപ്പൊ അത് കട്ട് ഓഫ് എത്ര അറിയാം? അതായത് കട്ടായാൽ അത് ഇൻവെർട്ടർ ഓഫ് ആവുന്നത് എത്ര സെക്കൻഡാണ്? റീസ്റ്റാർട്ട് ചെയ്യുന്നത് 60 സെക്കൻഡ് ആണ്. ഈ പറഞ്ഞ ഈ ഒരു ഫോൾട്ട് വരുമ്പോൾ ട്രിപ്പ് ചെയ്യുന്നത് 20 മില്ലി സെക്കൻഡിലാണ്. 20 മില്ലി സെക്കൻഡ്? അതെ അതെ, അതാണ് റെസ്പോൺസ് ടൈം പറയുന്നത്. എല്ലാവരും ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വെക്കുമ്പോ ഗ്രിഡിലേക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് ഓഫ് ഗ്രിഡ് ആവണം തോന്നുന്നു. ഉച്ച സമയത്ത് ഹൈ വോൾട്ടേജ് ആയിരിക്കും കയറി പോകുമ്പോ ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമല്ലോ. അപ്പൊ കൂടുതൽ ആൾക്കാർ ഓൺ ഗ്രിഡ് വെക്കുന്ന സമയത്ത് എപ്പോഴും അത് ട്രിപ്പായി കിടക്കാനാണ് ചാൻസ്. അതുകൊണ്ട് ഓഫ് ഗ്രിഡിലേക്ക് മാറാനുള്ള ചാൻസ് കൂടും ചെയ്യുന്നു. സാറ് പ്രൊഡക്ഷൻ പോകുമ്പോൾ ഇൻവെർട്ടർ സ്വിച്ച് ഓഫ് ആവുന്നതാണോ സാർ ചോദിച്ചത്? എനിക്ക് ആ ഓഡിയോ അത്ര ക്ലിയർ ആയില്ല ക്വസ്റ്റ്യൻ. അതായത് ഇപ്പ സമയത്ത് 12 മണി to 2 മണി വരെ മാക്സിമം പ്രൊഡക്ഷൻ അത്യാവശ്യം ഉണ്ടാവാം. ആ സമയത്ത് ഗ്രിഡ് വോൾട്ടേജ് കൂടി വന്നാൽ ഇൻവെർട്ടർ എല്ലാം ഓഫായി കിടക്കില്ല. അപ്പൊ ആൾക്കാർക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും, പക്ഷേ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ എല്ലാവരും ഓഫീസിലേക്ക് മാറില്ല എന്നുള്ളതാണ്
സംശയം. കാരണം ട്രിപ്പാവും. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഓക്കെ, എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഉച്ച സമയത്ത്, അതായത് പീക്ക് പ്രൊഡക്ഷൻ ടൈമിൽ 12 തൊട്ട് 2 മണി വരെയുള്ള സമയങ്ങളിൽ ഗ്രിഡ് വോൾട്ടേജ് കൂടും എന്നാണോ സാർ ഉദ്ദേശിച്ചത്? അതോ ഗ്രിഡ് വോൾട്ടേജ് കൂടുമ്പോൾ ഇൻവെർട്ടർ കട്ട് ഓഫ് ആവും? അങ്ങനെ പല സ്ഥലത്ത് വരുന്നില്ല. അപ്പൊ അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്, കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇത് മാറാനുള്ള ചാൻസ് കൂടും. കാരണം ഇവിടെ കരണ്ടും ഇല്ല, നമുക്ക് വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റില്ല. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കരണ്ട് ഉണ്ടാവും. അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സർ, ഈ പറഞ്ഞ പ്രശ്നം സാറിന് ഫേസ് ചെയ്യണത് ഒന്ന് ട്രാൻസ്ഫോമറിന് അടുത്തുള്ള വീട്, പിന്നെ 5 കിലോവാട്ട് സിംഗിൾ ഫേസ് ചെയ്ത സ്ഥലങ്ങളിൽ, പിന്നെ റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ ഡേ ടൈം പ്രൊഡക്ഷൻ കൺസ്യൂം ചെയ്യാൻ ആ ട്രാൻസ്ഫോമറിന്റെ അടിയിൽ കൺസ്യൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്ത ഏരിയകളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. ഓക്കെ, ഇപ്പൊ സാറിന്റെ 3 ഫേസ് ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ എല്ലാവരും വെക്കുകയാണെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ എല്ലാവരും 3 ഫേസ് ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഫേസ് ഇംബാലൻസ് വരുമ്പോഴാണ് ട്രാൻസ്ഫോമറിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് പോവാതെ വരുന്നത്. 3 ഫേസ് ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഹലോ, മനസ്സിലായോ സർ? 3 ഫേസ് ആണ് ഇൻവെർട്ടർ എങ്കിൽ ഈ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല. വേറെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ അവര് ഇൻവെർട്ടർ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേൾക്കാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇതില്ല. കാരണം അവർക്ക് കൂടിക്കഴിഞ്ഞാൽ അവര് ഒരു ഇത് വെച്ചിട്ട് അവർക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഇൻവെർട്ടർ. ആസാമിലൊക്കെ എവിടെയാണെന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ടായില്ല. അത് അവിടെ ആ ഭാഗങ്ങളിലൊക്കെ അവർക്ക് ഓഫ് ചെയ്യാൻ പറ്റും. നമുക്കത് പറ്റില്ല. സാറേ, മറ്റുള്ള സംസ്ഥാനങ്ങളിലല്ല, വിദേശങ്ങളിലാണ്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയില് എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. സോറി. അതെ, സംസ്ഥാന വിദേശത്ത്. ഓക്കെ. ഇത് കൂടുതൽ ഹൈ കപ്പാസിറ്റി പ്ലാന്റ്സിനാണ് ഇത് അപ്ലിക്കബിൾ. നമ്മുടെ നാട്ടില് ചെറിയ പ്ലാന്റ്സിനെ കൺട്രോൾ ചെയ്യൽ ഇത്തിരി പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, മെയിൻലി വിൻഡ് ടർബൈൻസിന് നിലവിൽ തമിഴ്നാട്ടില് ഈ പറഞ്ഞ കാര്യങ്ങൾ ലോഡ് ബാലൻസിങ്ങും പ്രൊഡക്ഷനും എല്ലാം ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പം സീസൺ വരുമ്പോൾ, വിൻഡിന്റെ സീസൺ വരുമ്പോൾ വിൻഡ് ടർബൈൻസ് എല്ലാം കൂടി ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങും. നമുക്കപ്പോ എനർജി സർപ്ലസ് ആവും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഈ പറഞ്ഞ മെഗാവാട്ട് സ്കെയിലുള്ള വിൻഡ് ടർബൈൻസ് എന്ന് പറയാൻ, സിംഗിൾ വിൻഡ് ടർബൈൻ 1 മെഗാവാട്ട് 2 മെഗാവാട്ട് ഒക്കെ ഉള്ള വിൻഡ് ടർബൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഇതാണ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അപ്പം അവർക്ക് വേണമെങ്കിൽ ഗ്രിഡിനെ സ്റ്റേബിലൈസ് ചെയ്യാനായിട്ട് ഈ വിൻഡ് ടർബൈൻസിനെ ഓഫ് ചെയ്യാം. പക്ഷെ നമ്മുടെ നാട്ടിൽ 3 കിലോവാട്ട് 5 കിലോവാട്ടിനൊക്കെ ഇത് പോസിബിൾ അല്ല. ഓക്കെ, താങ്ക് യു. കണ്ണൻ സാർ, ക്ലബ് ഹൗസിലെ ഒരു ഡിസ്കഷന്റെ ഇടയിൽ ഒരു ചോദ്യം വന്നിരുന്നു. നമ്മുടെ KSEBയുടെ നോമിനൽ വോൾട്ടേജ് 230 ആണോ 240 ആണോ? അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നിലവില് ചെയ്യുന്നത് 240യുടെ ബേസിസിലാണ്, -20 + 10. അപ്പോഴാണ് 192ഉം 264ഉം കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.
ഹലോ. ഹലോ, പറഞ്ഞു. നമ്മുടെ നാട്ടിലിപ്പോ ഇൻവെർട്ടേഴ്സിന്റെ കംപ്ലൈന്റ് റേറ്റ് ഒക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ബ്രാൻഡഡ് ഇൻവെർട്ടേഴ്സ്, പിന്നെ ആ ഇൻവെർട്ടേഴ്സിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയെങ്കിൽ അതിന്റെ റീപ്ലേസ്മെന്റിനൊക്കെ എത്ര ഡേയ്സ് എടുക്കും? അപ്പൊ അത്രയും കാലം കസ്റ്റമേഴ്സിന്റെ പ്രൊഡക്ഷൻ പോവല്ലേ? അതിനെ കുറിച്ചൊന്ന്. അതെ അതെ, ഇൻവേർട്ടേഴ്സിന് കംപ്ലൈന്റുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ കംപ്ലൈന്റുകൾ വരില്ല എന്ന് പറയുന്നില്ല, കംപ്ലൈന്റുകൾ ഉണ്ടാവും. കൂടുതൽ കംപ്ലൈന്റുകൾ കണ്ടേക്കുന്നതെല്ലാം സൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ് കൂടുതൽ. ഓക്കെ, ഇപ്പോൾ പല കേസുകളിലും പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഇൻവെർട്ടർ കമ്മീഷൻ ആയിരിക്കുന്ന സമയത്ത് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചു കാലം കൂടുന്നു, ഏജിങ് വരുമ്പോഴത്തേനും, അതായത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും പിന്നീട് കംപ്ലൈന്റുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ഈ കുറച്ചധികം കാര്യങ്ങൾ സൈറ്റ് ഡിപ്പെൻഡൻ്റ് തന്നെയാണ്. അതല്ല, ഇൻവെർട്ടറിന്റെ കംപ്ലൈന്റുകൾ ആണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ചധികം പാരാമീറ്റേഴ്സ്, അവിടുത്തെ വോൾട്ടേജ്, AC കറണ്ട്, ഇതെല്ലാം ഫോൾസ് അണ്ടർ നോർമലിലാണ്. ഇതെല്ലാം നോർമലാണ്, എർത്തിങ്, ഈ കാര്യങ്ങളെല്ലാം നോർമലാണെങ്കിൽ ഇൻവെർട്ടറിന്റെ കംപ്ലൈന്റ് ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന ബ്രാൻഡുകളിൽ ഭൂരിഭാഗം കാര്യങ്ങളും തന്നെ മാക്സിമം 4 days to ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷനിലാണ് ഒരു 1 week എന്ന് പറയുന്നത്. ആ ഒരു ഉള്ളിൽ തന്നെ റീപ്ലേസ്മെന്റോ റിപ്പയറിങ്ങോ സർവീസിങ്ങോ എന്താന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ റിം പ്രൊജക്ട്സിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു ഇൻവെർട്ടറിന് ഒരു സർവീസ് കേസ് പോലും നമ്മൾ ഒരാഴ്ച കൂടുതൽ പെൻഡിങ്ങിൽ നിർത്താറില്ല. മാക്സിമം എല്ലാം ഒരാഴ്ചയാണ് വേഴ്സ്റ്റ് കേസ്, അതാണ് ഒരാഴ്ച. അല്ലെങ്കിൽ ഒരു 3-4 days അല്ലെങ്കിൽ മാക്സിമം 1 weekനുള്ളിൽ തന്നെ സർവീസിങ് ചെയ്ത് കസ്റ്റമർക്ക് തിരിച്ച് വീണ്ടും പ്ലാന്റ് ഫുൾ ഫ്ലെഡ്ജിൽ റൺ ചെയ്യാൻ സാധിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ആ 1 വീക്കില് വേറൊരു താൽക്കാലികമായിട്ട് ഒരു ഇൻവെർട്ടർ വെച്ച് കൊടുക്കുന്ന കാര്യം പ്രാക്ടിക്കൽ ആവാമെങ്കിലും അത് ലീഗലാണോ? വേറൊരു ഇൻവെർട്ടർ വെച്ച് കൊടുക്കുന്നത് ലീഗലാണ്. പക്ഷെ ആരും തന്നെ ഇൻവെർട്ടർ വേറെ മാറ്റി വെച്ചു എന്ന് പറഞ്ഞ് KCBയിൽ റിപ്പോർട്ട് ചെയ്യാറില്ല, വീണ്ടും ടെസ്റ്റിങ്ങിന് വരാറില്ല. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ആൾക്ക് ലോസ് കുറയ്ക്കാന്നുള്ളതാണ്. അപ്പോൾ ലീഗലി എനിക്കിങ്ങനെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ അത് എത്രത്തോളം പറയാന്നറിയില്ല. ലീഗലി പറയണമെന്നില്ല അതങ്ങനെ വെച്ചു കൊടുക്കുന്ന പതിവ് ഉണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ചെയ്യാറുണ്ട്. കസ്റ്റമേഴ്സ് പല തരത്തിലുള്ള ആൾക്കാരാണ്. ചിലർക്ക് ഇതിനെ കുറിച്ച് ചിലർ അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, ഒരു 1 week ഞാൻ ക്ഷമിക്കാം എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതല്ല, എനിക്ക് പറ്റില്ല, ഞാൻ കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് റിട്ടേൺ കിട്ടിയേ പറ്റൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്യൂർലി ഡിപ്പെൻഡിങ് കസ്റ്റമേഴ്സ് കൊടുക്കാം. ടെക്നിക്കലി ചെയ്യുന്നതിന് പാരാമീറ്റേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ടെക്നിക്കലി അതിന് പ്രശ്നങ്ങളില്ല. പക്ഷെ ലീഗലി കറക്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. ഒരു കണ്ടീഷൻ ഇതിന്റെ കോൺട്രാക്റ്റിൽ എഴുതിയാൽ പോരെ? മോർ ദാൻ 1 week അല്ലെങ്കിൽ ലെസ് ദാൻ 1 weekനാണെങ്കിൽ സമയം വേണം, അത് എൻഷുർ ചെയ്യാൻ കോൺട്രാക്റ്റിൽ പോലെ എഴുതാറുണ്ടോ, കസ്റ്റമർ പ്രശ്നം ഉണ്ടാതിരിക്കാൻ? ഇല്ല, നമ്മളിപ്പോ അങ്ങനെ ഒരു സൈൻ എഗ്രിമെന്റ് ഒക്കെ വെച്ചാലും ആഫ്റ്റർ ഓൾ ഒരു ഇൻസ്റ്റാളറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറുടെ മൗത്ത് പബ്ലിസിറ്റി ആണ് അവന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻസ്റ്റാളറെ സംബന്ധിച്ചിടത്തോളം ഇത് ആള് തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ ഇത്ര ഡിലേ വന്നു എന്നൊക്കെ വേറൊരാളോട് പറയുമ്പോൾ ഒരു ഡീല് ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം സപ്പോർട്ടിങ് കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പൊ അതിങ്ങനെ കോൺട്രാക്ട് സൈനിൽ എഴുതി വെച്ചാലും ചിലപ്പോ അവർ ആ ഒരു സിറ്റുവേഷനിൽ അവരത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അത് എന്റെ പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നും. ഇതിനകത്ത് 2 ക്രൈറ്റീരിയ ഉണ്ട് റീപ്ലേസ്മെന്റിന്റെ കേസിൽ. ഒന്ന്, നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ജെന്യൂൻ ആയിട്ടുള്ള കംപ്ലൈന്റ് ആയിരിക്കണം. ഇപ്പൊ ഇടിവെട്ടി പോയ ഇൻവെർട്ടർ നമുക്ക് സ്റ്റാൻഡ് ബൈ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇടിവെട്ട് ലൈറ്റ്നിങ് വാറന്റിയിൽ കവേർഡ് അല്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം നമുക്ക് 100% ഇൻവെർട്ടറിന്റെ ഫോൾട്ട് ആണെന്നുള്ള കേസിലാണ് കമ്പനീസ് റീപ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യണത്. സെക്കൻഡ്ലി, നമ്മുടെ ഇൻവെർട്ടേഴ്സ് എല്ലാം ടെസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സൈറ്റിലും KCB ടെസ്റ്റ് ചെയ്ത ഇൻവെർട്ടേഴ്സ് ആണ്. അതിനകത്ത് മോഡൽ മാറ്റാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്. അവര് ഇത്രയും ടെസ്റ്റ് ചെയ്തിട്ട് വെച്ച ഇൻവെർട്ടറിന് പകരം വേറെ ഇൻവെർട്ടർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫുൾ ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. ലീഗലി തെറ്റാണ്. ബട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. ഒത്തിരി ഇപ്പൊ
5 കിലോ വാട്ട് കസ്റ്റമർക്ക് ഒരു വലിയ ലോസ് ഉണ്ടാവില്ല. ബട്ട് 20 കിലോ വാട്ട് അല്ലെങ്കിൽ 100 കിലോ വാട്ട് ഇൻവെർട്ടർ ഉള്ളൊരു കസ്റ്റമർക്ക് അതൊരു സൈസബിൾ ലോസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മൾ അപ്രൂവൽ എടുത്തിട്ട് ചെയ്യാറുണ്ട്. KCB അപ്രൂവൽ എടുത്തിട്ട് ഇൻസ്റ്റാളർ അപ്രൂവൽ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ ഇൻവെർട്ടർ കൊടുക്കാം. ബട്ട് ഇൻ ജനറൽ അതിന്റെ ആവശ്യം വരാറില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇപ്പൊ ABBയുടെ കേസിലാണെങ്കിൽ ഒരു ബോർഡ്സ് ഉണ്ട്, ഓൺ ബോർഡുകൾ ഒരു സ്പെയർസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഇൻവെന്ററിയിൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടുവാണ് റീപ്ലേസ്മെന്റ് കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ബോർഡ് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. ബട്ട് ചില ഇൻവെർട്ടേഴ്സ് ചിലപ്പം സർവീസ് സെന്ററിലേക്ക് അയക്കേണ്ടി വരും. അങ്ങനെ ഉള്ളിടത്ത് ഡിലേ ഉണ്ടാവാറുണ്ട്. ബട്ട് ഇറ്റ് ഓൾ എന്തോ വന്നു കഴിഞ്ഞാല് പുതിയ ബോർഡ് അല്ലെങ്കിൽ മൊത്തം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാല് വീണ്ടും ഈ KCBയുടെ ടെസ്റ്റിംഗ് പരിപാടികളൊക്കെ മാൻഡേറ്ററി ആണോ? മൊത്തം റീപ്ലേസ് ചെയ്ത് കൊടുത്ത് സാധാരണ ടെസ്റ്റ് ചെയ്യാറില്ല. ഇങ്ങനെ ഇൻവെർട്ടർ മാറ്റി വെക്കുക തന്നെയാണ്, അതേ ബ്രാൻഡ് വെച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ. ബട്ട് ടെക്നിക്കലി ടെസ്റ്റ് ചെയ്യണമെന്നാണ്. അവര് വേർഡ് ബൈ വേർഡ് വായിക്കുവാണെങ്കിൽ ടെസ്റ്റ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അവരിപ്പോ ഒരു മേക്ക് അപ്രൂവ്ഡ് ആണെങ്കിൽ ആ മേക്കിലുള്ള എല്ലാ ഇൻവെർട്ടേഴ്സ് അപ്രൂവ്ഡ് ആണെന്നാണല്ലോ അതിന്റെ അർത്ഥം. ബട്ട് ഇവര് സൈറ്റ് ബൈ സൈറ്റ് ടെസ്റ്റിംഗ് നടത്തുന്നതുകൊണ്ട് ഷുഡ് നോട്ട് ബി ഡൂയിങ് സ്വാപ്പിംഗ് ദ ഇൻവെർട്ടേഴ്സ്. പുതിയ റെഗുലേഷനിൽ പറയുന്നത് റാൻഡം ടെസ്റ്റിംഗ് ആണ്. ബട്ട് അങ്ങനെ ഒരു റെഗുലേഷൻ ഉള്ളപ്പോൾ നമുക്ക് മാറ്റാം, കുഴപ്പമില്ല. ഹലോ ഈ 5 കിലോ വാട്ട് ഇൻവെർട്ടർ ആണോ പാനലാണോ കപ്പാസിറ്റി നോക്കുക? KCB ഇൻവെർട്ടർ ആണ് നോക്കുക. ഇൻവെർട്ടർ കപ്പാസിറ്റി ആണോ പാനൽ കപ്പാസിറ്റി അല്ല? ഇൻവെർട്ടർ കപ്പാസിറ്റി ആണ് അവർ ടെസ്റ്റ് ചെക്ക് ചെയ്യുക, എൻഷുർ ചെയ്യുന്നത്. ഇൻവെർട്ടർ ആണ് തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻവെർട്ടർ ആണ് പറയുന്നത് 5 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 5 കിലോ വാട്ട് ഇൻവെർട്ടർ അതിന്റെ മാക്സിമം ആണ്. അതിന് മേളിലേക്ക് അവൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോ ഇൻവെർട്ടർ സൈഡാണ് അവർ ചെക്ക് ചെയ്യുന്നത്. 10 കിലോ വാട്ടിന്റെ ഇൻവെർട്ടർ വെച്ചിട്ട് 9 കിലോ വാട്ടിന്റെ പാനൽ വെച്ചിട്ട് അത് സർട്ടിഫിക്കറ്റ് ഇൻസ്പെക്ടേറ്റ് വേണ്ട, എന്നിട്ട് ഇവര് പിന്നെ പാനൽ ആഡ് ചെയ്യാൻ ചെയ്യണമെന്നൊരു സംശയം. അപ്പൊ അവര് പറഞ്ഞത് പാനൽ കപ്പാസിറ്റി ഞാൻ നോക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അത് കൺഫേം ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. 10 കിലോ വാട്ട് ആണോ പറഞ്ഞത് അതോ 15 കിലോ വാട്ട്? ഓക്കെ, വാട്ട് എവർ. ഇതൊരു ഇൻസ്പെക്ടറേറ്റിന്റെ ഒക്കെ ഒരു ഇൻസ്പെക്ഷൻ വരുന്ന ഒരു കേസല്ലേ, ഹയർ കപ്പാസിറ്റി പവർ പ്ലാന്റിൽ ഇൻസ്പെക്ടറേറ്റ് ചെക്കിങ് ടെസ്റ്റിങ്ങിന് വരുന്ന സമയത്ത് അവർ പാനൽ കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. നമ്മൾ ഓൾറെഡി അപ്രൂവൽ എടുത്തേക്കുന്ന അതേ കോൺഫിഗറേഷൻ, അതേ പാനൽ പാറ്റേൺ തന്നെയാണോ നമ്മൾ സൈറ്റിൽ ഫോളോ ചെയ്തേക്കുന്നത് എന്നുള്ളത് അവരൊന്ന് ചെക്ക് ചെയ്യും. അതല്ല തിരിച്ച് ചെറിയ സിസ്റ്റത്തിലേക്ക് 5 കിലോ വാട്ട് 3 കിലോ വാട്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇൻസ്പെക്ടറേറ്റിന് ചെക്കിംഗ് ഇല്ലാത്ത സൈറ്റുകളിലാണെങ്കിൽ ഈ പറഞ്ഞ പാനൽ അവർ ചെക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. എന്നാലും റാൻഡംലി ചിലപ്പോൾ നോക്കിയെന്നിരിക്കാം. പക്ഷെ 5 കിലോ വാട്ടിൽ ഇപ്പോൾ ഒരു 5 കിലോ വാട്ടിന് മേളിലേക്ക് ഒരു പാനൽ എക്സ്ട്രാ കൊടുത്തു എന്ന് ഓർത്ത് അവരൊന്നും കംപ്ലൈന്റ് പറയാറില്ല. പക്ഷെ ഇൻവെർട്ടർ റേറ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്ത് തന്നെ ആയിരിക്കണം. 5 കിലോ വാട്ടിനാണ് നമ്മൾ ഫീസിബിലിറ്റി അല്ലെങ്കിൽ അപ്രൂവൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 5 കിലോ വാട്ട് തന്നെ ആയിരിക്കും. പല ഇൻവെർട്ടർ ബ്രാൻഡുകളിലും അപ് ടു 50% അല്ലെങ്കിൽ 20-30% ഒക്കെ ഓവർലോഡിങ് പോസിബിൾ ആണ് അല്ലേ? അതെ, ഓവർലോഡിങ് പോസിബിൾ ആണ്. അപ്പൊ അത് ഇതിനെ അഫക്ട് ചെയ്യില്ല അല്ലെ? ഇല്ല, ഇൻവെർട്ടർ പവർ ഔട്ട്പുട്ട് റേറ്റഡ് പവർ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. 10 കിലോ വാട്ട് ഇൻവെർട്ടറിൽ ഞാനിപ്പോൾ അല്ലെങ്കിൽ ഒരു 5 കിലോ വാട്ട് ഇൻവെർട്ടറിൽ ഞാൻ 7 കിലോ വാട്ട് ലോഡ് ചെയ്താലും AC ഔട്ട്പുട്ട് മാക്സിമം 5 കിലോ വാട്ട് തന്നെയായിരിക്കും. ബാക്കിയുള്ളത് ക്ലിപ്പ് ചെയ്ത് പോകും. അതെ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റുകളൊന്ന് പറയാമോ? വളരെ നന്നായിരുന്നു. ബ്രീഫ് ആൻഡ് സ്വീറ്റ് ആൻഡ് ഷോർട്ട്. രാഹുൽ സാറ് മുമ്പ് വന്നിട്ടുണ്ട്, ശബ്ദം കേട്ട മനസ്സിലായി, പേര് കണ്ടിട്ടുണ്ട്, മുമ്പ് ഒരു സെഷനിൽ വന്നിരുന്നു. എല്ലാം നന്നായിരുന്നു, ഇന്ററാക്റ്റീവ് ആയിരുന്നു. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ ഇത് റിലേ കേൾക്കുന്നത് കേരള സോളാർ ക്ലബും കൂടിയാണ്. അപ്പൊ അവിടെയുണ്ട് കുറച്ചുപേര് കേൾക്കുന്നുണ്ട് ആസ് യൂഷ്വൽ. അപ്പൊ കണ്ണൻ സാറിനും അത് അറേഞ്ച് ചെയ്ത് തന്നതിന് പെർമിറ്റ് ചെയ്തതിനും താങ്ക്സ് ടു ദ സ്പീക്കേഴ്സ്. താങ്ക് യു.
വേറെ കമന്റ് എന്തെങ്കിലും? ഓക്കെ, താങ്ക് യു കണ്ണൻ സാർ. ഞങ്ങൾ സോളാർ ക്ലബിൽ റിലേ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു. ക്ലാസ്സുകൾ നന്നായിരുന്നു. ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, അപ്പം ഓൺഗ്രിഡിനെ കുറിച്ചൊരു നല്ലൊരു സെഷൻ ഇപ്പം ലഭിച്ചു. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടും അത് സിമ്പിൾ ആയിട്ടും ഒക്കെ അത് റോഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരുന്നു. അതിൻ്റെ ഏകദേശം കുറഞ്ഞ സമയം കൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഒരു ബിഗിനേഴ്സിന് പോലും കൃത്യമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. റോഷൻ, താങ്ക്സ്. അതോടൊപ്പം ഇതിൽ പങ്കുപറ്റിയ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് ക്ലബ് ഹൗസിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും നന്ദി. താങ്ക് യു ഇങ്ങനൊരു സെഷൻ പറയാനുള്ള ഒരു ചാൻസ് തന്ന കണ്ണൻ സാർ, എല്ലാവർക്കും എനിക്ക് ഇത്ര നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്.